الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലവരുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ നിലക്കുള്ള ജീവിതവും സന്തോഷവും നൽകി എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല ദൂരീകരിച്ച് തെരുമാറാവട്ടെ. ഇതുവരെ നമ്മുടെ വിശുദ്ധമായ ഹറം ഭൂമിയിൽ നിന്ന് നമ്മുടെ നിസാർ സൈനി ഉസ്താദ് ഞാൻ കുറച്ചു ഭാഗം റേഡിയോ വഴിക്ക് കേട്ടു. കുറെ ഉപദേശങ്ങൾ സാന്ദർഭികമായി അറിയേണ്ട വിശുദ്ധമായ ഹറം ഭൂമിയുടെ അവസ്ഥയും അവിടെ എത്തുന്ന പല ഹജ്ജാജികളുടെ അവസ്ഥയും എല്ലാം വിശദീകരിച്ചു. നമ്മുടെ ICFന്റെയും RSCയുടെയും പ്രവർത്തകര് സജീവമായി വിശുദ്ധമായ മദീനയിലും മക്കയിലൊക്കെയും വളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും നല്ല നിലയിൽ ഹജ്ജാജികൾക്ക് വേണ്ടിയുള്ള ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും മനക്കരുത്തും സന്മനസ്സും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്ന് അല്പസമയം വൈകിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാരാരും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ നാട്ടിലാണല്ലോ നമ്മളെ ഷിഹാബ് സവാമിക്ക് നാട്ടിൽ പോയാൽ പിന്നെ തിരിച്ചു വരുവോല അഡ്രസ് തന്നെ ഉണ്ടാവലില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വ്യാഴാഴ്ചയാണ് ചില സ്ഥലങ്ങളിലൊക്കെ എത്ര വലിയ പദവേരുണ്ടെങ്കിലും പൊന്താത്ത കല്ലുണ്ടാവും. അത് ചിലപ്പം ആരോഗ്യമില്ലാത്ത ചില ഉസ്താദന്മാര് പൊന്തിച്ച പെട്ടെന്ന് ആ മൂലയിലേക്ക് ആ കല്ലങ്ങത്ത് എത്തും. അപ്പൊ ചിലപ്പം പദവേർക്കൊന്നും പൊന്തിക്കാൻ സാധിക്കാത്ത പല കല്ലും ചിലപ്പോ ഉസ്താദന്മാരുടെ കൈയൊന്ന് തട്ടിയാൽ എളുപ്പം പൊന്തുന്നുള്ളൊരു വിശ്വാസം അല്ലാഹു ആ വിശ്വാസത്തിന് നാട്ടുകാർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. എന്നാലേ പുഴുങ്ങല്ല ഇതൊപ്പം പച്ചരി വാങ്ങാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെയും ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇന്ന് ഒരുപാട് സഹോദരിമാര് ആവശ്യപ്പെട്ട ഒരു വിഷയം, ഹൈലുൻ നിഫാസ് ഒന്നുമല്ല, അയച്ചിട്ടാലും ഓഫാക്കി പോകുമെന്നും വേണ്ട, എല്ലാവരും പുരുഷന്മാരൊക്കെയും അറിയേണ്ട നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ കലാശിക്കൊത്ത് നടക്കാൻ പോവുക അല്ലേ. ഒരു വിഷയം കുറെ കാലം ചർച്ച ചെയ്യുമ്പോ അതിനൊരു കലാശിക്കൊത്ത് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഈ ഇലക്ഷനിന്റെയും പ്രചരണത്തിൽ ഒരു കലാശിക്കൊത്ത് കേട്ടിട്ടില്ലേ? കുറെ ദിവസങ്ങൾ ഇങ്ങനെ ഞങ്ങളെ പാർട്ടി കോറ്റ് ചെയ്യണം, ഞങ്ങളെ പാർട്ടി കോറ്റ് ചെയ്യണം. അവസാനത്തെ ഒരു പൊരിച്ചലുണ്ട് അല്ലെ. കലാശിക്കൊത്താനാവോ. ഏതായിരുന്നാലും നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു കലാശക്കൊത്തായാലും കലാശിക്കൊത്തായാലും അത് ചില്ലറ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ നാടുകളിലൊക്കെയും ഉളൂഹിയ്യത്ത് പോലത്തെ കർമ്മങ്ങളിലേക്ക് പല മുഅ്മിനീങ്ങളും പ്രവേശിക്കുന്നു. നമുക്ക് ഞാൻ എല്ലാ സമയത്തും ഉണർത്തുന്നത് പോലെ ഒരുപാട് പുതിയ ശ്രോതാക്കളുണ്ട്, ഒരുപാട് റേഡിയോ ശ്രോതാക്കള് നമ്മുടെ സൈറ്റുകളിലൊക്കെയും അതിന്റെ മുൻ ക്ലാസുകളുടെ റെക്കോർഡ് ഉണ്ടെങ്കിലും അതൊന്നും എടുക്കാൻ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോ അവർക്കൊക്കെയും ഉപകരിക്കുന്ന രൂപത്തില് സാധാരണക്കാർക്ക് വരുന്ന ചില അബദ്ധങ്ങൾ മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളൊക്കെയും നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഞാൻ പറയാൻ മറന്നുപോയ അത്യന്താപേക്ഷിതമായ വല്ല വിഷയവും മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ശ്രോതാക്കള് അക്കാര്യം ഉണർത്തണം. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചു സമയം, അതല്ലെങ്കിൽ വൈകുന്നേരത്ത് ക്ലാസുകളൊന്നും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യോത്തര വേദി ഈ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കെങ്കിലും അവനവന്റെ നാടുകളിൽ ഇങ്ങനെ ചില സമ്പ്രദായങ്ങൾ കാണുന്നുണ്ട്, അതിന് ഇസ്ലാമികമായി വല്ല തെളിവുമുണ്ടോ, അല്ലെങ്കിൽ ചെയ്യേണ്ട യഥാർത്ഥമായ രൂപം എന്താണ്, അങ്ങനെ ഒരു വൈകുന്നേരത്തേക്കാവുമ്പോ കുറച്ചും കൂടി കൂടുതൽ ശ്രോതാക്കളും ഒരു ചോദ്യോത്തര വേദികളൊക്കെ ആകുമ്പോ ഒന്നുകൂടി ഈ ശ്രോതാക്കൾക്ക് ആവേശം കൂടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്.
അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹുക്മ്. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. അവർ ഗർഭിണികളാവുന്ന സഹോദരിമാര്, അവർക്കെല്ലാം അല്ലാഹു തആല പൂർണ്ണമായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ, സന്താനങ്ങളെ പ്രസവിക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പല സമയത്തും ഹോസ്പിറ്റലുകളിലൊക്കെയും നമുക്ക് ആവശ്യമായി വരുന്ന ഒരു മസ്അലയാണ്. ചിലപ്പം ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയും സാന്ദർഭികമായി ഉപകാരപ്രദമായ വിജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാകുന്ന നല്ലൊരു മേഖലയാണ് ഈ ചാപ്പില്ല എന്നൊക്കെ സാധാരണ നമ്മളതിന് പറയാറുണ്ട്. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്തോ ഒരു ഡോക്ടറെ കാണാൻ പോയതാണ്, അല്ലെങ്കിൽ വേറെന്തോ നമ്മുടെ ഭാര്യമാരുടെ പ്രസവത്തിന് വേണ്ടി പോയതാണ്. അപ്പോഴാണ് അവരെ ഒരു ലേബർ റൂമിൽ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ മരിച്ചത്തരെ എന്നൊക്കെയും പറഞ്ഞ് കേൾക്കുമ്പോ ചിലപ്പം ഒരു വിവരമില്ലാത്തവരായിരിക്കും. കാരണം ഇപ്പൊ നമ്മളൊരു പ്രസവത്തിന് വരുമ്പോ ആരും ഒരു ഉസ്താദിനെ കൂട്ടിയിട്ടല്ലല്ലോ പ്രസവത്തിന് വരിക, അല്ലെ? ചിലപ്പം പ്രസവ റൂമിൽ വെച്ചും കൊണ്ടായിരിക്കും ഗൗരവമേറിയ ഇത്തരം മസ്അലകളുടെ ആവശ്യം വരിക. ചിലപ്പം പ്രസവത്തിന് വന്നവർ ഒരു വിവരവും ഇല്ലാത്തവരായിരിക്കാം, അല്ലെ? അപ്പൊ നമ്മളൊക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം ഒരു സാധാരണക്കാർക്ക് സംഭവിക്കുമ്പോ നമ്മൾ വ്യക്തമായി അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കൊക്കെ ഒരു അവസരം, അതൊരു നാഫിയായ ഇൽമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന നിലക്ക് ആ വിഷയത്തിൽ സംശയം സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിൽ, മനസ്സിലാവുന്ന രൂപത്തിൽ ഈ മറ്റൊരാൾക്ക് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോ, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഈ ക്ലാസ് റൂമിലുള്ള ഒരുപാട് സഹോദരിമാരുണ്ട്, അവരൊക്കെയും പ്രത്യേകമായി അത് മനസ്സിലാക്കി ഓർമ്മിച്ച് വെക്കണം. ചില പ്രത്യേകമായ മസ്അലകളൊക്കെയും ചിലപ്പം മറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു കടലാസിൽ എഴുതി വെക്കുക, അതൊക്കെ ഒരു നല്ലതാ. എപ്പോഴും KMIC നോട്ട്ബുക്ക് എല്ലാവരുടെ കൈവശം ഉണ്ടാവണം, അത് നല്ലതാണ്. അതിന്റെ മുകളിൽ ഫസ്റ്റ് പേജിൽ KMIC നോട്ട്ബുക്ക് ഞാൻ ഒക്കെ നാമുഖം പറയാൻ. കാരണം നമുക്കൊരുപാട് ബുക്കുകളുണ്ട്. നമ്മുടെ പീടികയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ കൊണ്ടുപോകുന്ന പറ്റുബുക്കുണ്ട്. അതുപോലെ തന്നെ പലരും എഴുതി വെക്കുന്ന ബുക്കുകളുടെ കൂട്ടത്തില് ഒരു KMIC നോട്ട്ബുക്ക്. എന്നിട്ട് നമ്മൾ പ്രത്യേകമായി ചിലപ്പം മറക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അബദ്ധം പിണയാൻ സാധ്യതയുള്ള മസ്അലകളൊക്കെ കേൾക്കുമ്പോ, അല്ലെങ്കിൽ പ്രത്യേകമായ ഏത് ക്ലാസ് ആയാലും, മസ്അലയായാലും തജ്വീദായാലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുസ്തഫ KSCBയുടെ ക്ലാസുകൾ ഭൗതികമായ ചില ക്ലാസുകളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കറന്റ് സംബന്ധമായ ഇന്ന പ്രശ്നങ്ങൾ വരുമ്പോ അവിടെ ഇന്ന രൂപത്തിലാണ് അതിന്റെ നിയമവശം, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് അപ്പോൾ ചെയ്യേണ്ടത്. ഒക്കെ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷിഹാബ് സവാമ, അങ്ങനെ തന്നെ പറയാം, ഡോക്ടർ ഷിഹാബ് സവാമ എന്ന് പറയുന്നത് കുഴപ്പമുണ്ടാവില്ലേക്കാലം. ഏതായിരുന്നാലും ഡോക്ടർ ഷിഹാബ് സവാമ ഒട്ടകത്തിന്റെ പാല് കുടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ ഉപകാരങ്ങൾ, പല മരുന്നും മുമ്പ് മൂപ്പര് കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന്റെ സമയത്ത് എനിക്ക് ഓർമ്മ വരികയാണ്. കല്ല ഓർമ്മ ഉണ്ട്. ഇപ്പൊ ഈ ഹജ്ജ് പെരുന്നാൾ പ്രഖ്യാപിച്ചപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞ് ഷിഹാബ് സവാമയുടെ ആ പ്രത്യേക പത്തിരി ആ റവ കൊണ്ട് ഉണ്ടാക്കിയിട്ടൊരു അപ്പുണ്ടാക്കുന്ന വിഷയം പറഞ്ഞിന്. കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന്റെ തലേ ദിവസമാണ്. അങ്ങനെ പാവം എന്റെ ഭാര്യ അത് കേട്ടുണ്ടാക്കി. പക്ഷെ ഭാര്യ പറഞ്ഞു, ഇത് ഷിഹാബ് സവാമക്ക് തന്നെ കൊടുക്കാൻ നല്ലത്, ഇന്നൊക്കൊന്നും ഇത് തിന്നാനാവൂലാണ്. ഏതായിരുന്നാലും അങ്ങനെ നമ്മുടെ KMIC പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ എപ്പോഴും തയ്യാറാക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു ആവേശം, എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കിടക്കിയ കാലം ഒക്കെ ഒരു ആവേശം ആയിക്കോട്ടെ വെച്ചിട്ട് ചില ആമുഖം പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മുസ്തഫ അലൂരും എല്ലാവരും പറയുന്നത് പോലെ, കാരണം നമ്മുടെ ഷിഹാബ് സവാമ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിക്കാം. കാരണം എനിക്ക് ഇംഗ്ലീഷിൽ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മറക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യുക, എങ്ങനെ വിസ്പർ ചെയ്യുക പോലത്തൊക്കെയും എഴുതി വെച്ചാൽ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യട്ടെ. ഒരു 4 ആളെ ഈ ക്ലാസ് റൂമിലേക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കും എന്തെങ്കിലും പഠിക്കല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഉപകാരപ്രദമായ പല ഇൽമും മതപരമായും ആത്മീയമായും ഭൗതികമായും കിട്ടുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഈ ക്ലാസ് റൂമിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാനും നമ്മുടെ മരണശേഷം
ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാവുന്ന ഖാദിമീങ്ങളായ നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഈ ചാപ്പിള്ളയുടെ മസ്അല എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തി, പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധാരണഗതിയിൽ ഇന്ന് 6 മാസത്തിനു ശേഷം, നല്ലോണം വ്യക്തമായി മനസ്സിലാക്കണം, 6 മാസത്തിനു ശേഷം പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതിന്റെ ഹുക്കം ഞാൻ പിന്നീട് പറയാം. കാരണം അതൊരു ചെറിയ ഖിലാഫ് നമ്മുടെ ശാഫിഈ മദ്ഹബിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഒരു ഖിലാഫുള്ള വിഷയമാകുമ്പോ അവിടെ പ്രബലമായ അഭിപ്രായം എന്താണെങ്കിൽ അത് പ്രകാരമാണല്ലോ ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പോൾ പറയുന്നത് 6 മാസത്തിന്റെ മുന്നേ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ, കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പ്രസവിക്കപ്പെടുന്ന ആ വസ്തു, അത് രക്തപിണ്ഡമാവട്ടെ, മാംസപിണ്ഡമാവട്ടെ, ജീവനുള്ളതാവട്ടെ, ചിലപ്പം രൂപം ഉള്ളതാവട്ടെ, പല രൂപത്തിലുമാവാം. രൂപവ്യത്യാസങ്ങൾക്കനുസരിച്ച് അതിന്റെ ഇസ്ലാമിക നിയമങ്ങളിലും വ്യത്യാസമുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 6 മാസം പ്രായമാകുന്നതിനു മുമ്പ് പ്രസവിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഹുക്കുമാണ്. അഥവാ രക്തപിണ്ഡം, മാംസപിണ്ഡം, മനുഷ്യരൂപവുമില്ല, അല്ലെങ്കിൽ ജീവനൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു 2 മാസം 3 മാസമൊക്കെ ആകുമ്പോ ചിലപ്പം നമ്മൾ DNCയോ ചെയ്ത് ചിലപ്പം ചിലത് ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ സ്വമേധയാ ഒഴിവാകുന്ന അവസ്ഥ വരും. അതൊക്കെ കാലോചിതമായ വിഷയങ്ങൾ. പിന്നെ അവിടെ മസ്അല പറയാം, നമുക്ക് ഗർഭം ധരിച്ചതിനു ശേഷം അതൊരിക്കലും തന്നെ പിന്നെ അലസിപ്പിച്ച് കളയാൻ പറ്റുകയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. റൂഹ് ആത്മാവ് ഊതിയതിനു ശേഷമാണെങ്കിൽ പറ്റില്ല എന്ന കാര്യത്തിൽ നമ്മുടെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമില്ല. നേരെ മറിച്ച് റൂഹ് ഊതുന്നതിനു മുമ്പ് 1 മാസോ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ ഗർഭം അലസിപ്പിക്കാൻ, അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, രോഗം കാരണമോ ശാരീരിക പ്രശ്നങ്ങൾ കാരണമോ അല്ല പറയുന്നത്. ഇപ്പൊ തന്നെ ഗർഭം വേണ്ട, അല്ലെങ്കിൽ കുട്ടി മുല കുടിക്കുന്ന പ്രായമായിട്ടുള്ളൂ, ഇതിങ്ങനെ ഗർഭം ധരിക്കുന്നു വിചാരിച്ചിട്ട് ചെയ്തതൊന്നും അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഗർഭം ധരിച്ചതിനു ശേഷം ഒരിക്കലും തന്നെ ആത്മാവ് ഊതുന്നതിനു മുമ്പായാലും ശരി ശേഷമായാലും ശരി പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. പക്ഷേ അവിടെ ഒന്നുകൂടി ഞാൻ പറയുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അങ്ങനത്തെ ബുദ്ധിമോശം പോലും ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന ഗൗരവറിയിക്കാൻ. ഒരു സ്ത്രീ വ്യഭിചരിച്ച കാരണം കൊണ്ട് ആ സ്ത്രീ എന്തായി? ഗർഭിണിയായി. ഇപ്പൊ സ്വാഭാവികമായും ചില സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ധാരണയാണ്, ഏതായാലും ആ കുഞ്ഞിന് പിതാവില്ല, അത് പ്രസവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാഗപത വന്ധ്യം വലിയാവും, അപ്പൊ അതിനേക്കായി നല്ലത് അതത് ഒഴിവാക്കലല്ലേ എന്ന ഒരു ധാരണ ചിലപ്പം സ്വാഭാവികമായും സാധാരണക്കാർക്കുണ്ടായേക്കാം. പക്ഷേ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും പറയുന്നു, വ്യഭിചാരത്തിലാണ് ഒരു പെണ്ണിനു ഗർഭം ധരിച്ചാലും അതിന്റെ വിധിയും, സാധാരണ അനുവദനീയമായ രൂപത്തിൽ ഗർഭം ധരിച്ചാൽ ആ ഗർഭം അലസിപ്പിക്കുന്നതിന്റെ വിധി എന്താണോ അതേ വിധി തന്നെയാണ് വ്യഭിചാരത്തിലായി ഗർഭം ധരിച്ച ഗർഭത്തെ അലസിപ്പിക്കുന്നതിന്റെ വിധിയുമെന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. കാരണം വിഷയം ഒരു ഗർഭം അലസിപ്പിക്കലും അതിന്റെ വിധി അല്ലാത്തതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ സാധാരണഗതിയിൽ രക്തപിണ്ഡമായി മാംസപിണ്ഡമായി പുറത്തേക്ക് തള്ളപ്പെടുന്ന വസ്തുക്കളെ അതിനെ കുഴിച്ചിടൽ സുന്നത്താണ്. എന്തില്ല, മറമാതലോ ഒന്നും നിർബന്ധമായ ഒന്നുമില്ല. രക്തപിണ്ഡമോ മാംസപിണ്ഡമോ ആണെങ്കിൽ ആ വസ്തുവിന് നിർബന്ധമായി ഒന്നും ചെയ്തു കൊടുക്കാനില്ല. പിന്നെ സുന്നത്താണ് അതിനെ മറമാതല്. വെറുതെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടാണ് ഇതല്ല, അതിനെ ഒരു കുയ്യിലായി മറമാതല് സുന്നത്താണ്. ശീല കഷ്ണത്തിൽ പൊതിയലോ ഒന്നും സുന്നത്തില്ല. മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുന്നു, സാധാരണ സഹോദരിമാർക്ക് വേണ്ടി രക്തപിണ്ഡമോ മാംസപിണ്ഡമോ ആണെങ്കിൽ അവിടെ നിർബന്ധമായ ഒന്നും ചെയ്യാനില്ല.
സുന്നത്തായ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിനെ മറക്കുക, അല്ല, അതായത് ദഫിന് മണ്ണിൽ കൊഴിച്ചിടുക, അത് സുന്നത്താണ്. അതായത് ശീല കഷ്ണം കൊണ്ട് പൊതിയലോ വേറെ ഒന്നും അവിടെ സുന്നത്തില്ല. ഇനി എങ്ങനെയാവാം? വളരെയധികം ശ്രദ്ധിക്കുക. രക്തപിണ്ഡവുമല്ല മാംസപിണ്ഡവുമല്ല, ഈ പ്രസവിക്കപ്പെട്ടതായ വസ്തുവിന് 6 മാസം പ്രായമായിട്ടില്ല. പ്രസവിക്കുന്ന സമയത്ത് മനുഷ്യരൂപമുണ്ട്. ശ്രദ്ധിക്കണം, 6 മാസം ആകുന്നതിന്റെ മുമ്പുള്ളതിന്റെ വിധിയാണ് പറയുന്നത് എന്ന കാര്യം ശ്രോതാക്കൾ മറന്നു പോവരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 6 മാസത്തിനു മുമ്പ് പ്രസവിക്കപ്പെട്ടതിന് മനുഷ്യരൂപമുണ്ട്, ജീവനില്ല എന്ന് വെക്കുക. ജീവന്റെ ഒരു അടയാളം കാണാനില്ല. ഇളകുകയോ പിടയുകയോ ശ്വാസം പുതുകയോ പോലോത്ത ആ പ്രസവിക്കപ്പെട്ട വസ്തുവിന്, അല്ലെങ്കിൽ കുഞ്ഞ് എന്ന് തന്നെ പറയാം, ആ കുഞ്ഞിന് ജീവന്റെ യാതൊരു അടയാളവും കാണാനില്ല. എന്താണ്? പക്ഷെ അതോടൊപ്പം മനുഷ്യരൂപവുമുണ്ട് എങ്കിൽ നിസ്കാരം അല്ലാത്ത എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ്. അപ്പൊ അതിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം. ഈ കാര്യം എല്ലാം നിർബന്ധമാകുന്നു. മനസ്സിലായോ? അപ്പോ 4 മാസം എന്താണ് 6 മാസത്തിന്റെ മുന്നേ എന്ത് ജീവനുമില്ല, അതുപോലെ തന്നെ മനുഷ്യരൂപവുമില്ല, ഒന്നുമില്ല. അവരപ്പം മസല എന്താ? മറക്കലാണ് സുന്നത്ത്, അല്ലെ? നേരെ മറിച്ച് എങ്ങനെ? ഒരു മനുഷ്യരൂപം വലുവായിട്ടില്ല, മനുഷ്യരൂപം വലുവായിട്ടില്ല, ജീവനില്ല. മനുഷ്യരൂപം വലുവായിട്ടില്ല, ജീവനില്ല, അതിന്റെ ഹുക്കുമാണ് പറഞ്ഞത്. ഇനി മനുഷ്യരൂപം ഉണ്ട്, പക്ഷെ ജീവനില്ല. അങ്ങനെ വരുന്ന കോലത്തില് നിസ്കാരം അല്ലാത്തതൊക്കെയും നിർബന്ധമാണ്. നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ജീവനില്ലാത്തത് കൊണ്ട് അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതോടൊപ്പം മനുഷ്യരൂപവുമുണ്ട്, ജീവന്റെ അടയാളം. പ്രസവിച്ച ഉടനെ ആ പ്രസവിക്കപ്പെട്ട വസ്തുവിന് ജീവൻ ഉള്ളതായ ചില അടയാളങ്ങൾ വ്യക്തമായി. ഒന്നിരിക്ക ശബ്ദമുണ്ടാവുക, അല്ലെങ്കിൽ ഇളകുക, അല്ലെങ്കിൽ ശ്വാസം വിടുക പോലത്തെ സംഗതി ഉണ്ടായാൽ എല്ലാ കാര്യവും അവിടെ നിർബന്ധാണ്. 6 മാസം ആയിട്ടില്ലെങ്കിലും മനുഷ്യരൂപവുമുണ്ട്, ജീവനും ഉള്ളതോട് കൂടെയാണ് പ്രസവിച്ചത്, അതിനു ശേഷമാണ് മരിച്ചത് എങ്കിൽ കുളിപ്പിക്കലും കഫൻ ചെയ്യലും അതുപോലെ തന്നെ നിസ്കരിക്കലും മറമാടലും നിർബന്ധമാണ്. ഈ പറഞ്ഞത് എല്ലാം 6 മാസത്തിന് മുന്നേ പ്രസവിക്കപ്പെടുമ്പോഴുള്ള കുഞ്ഞിന്റെ, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ, അല്ലെങ്കിൽ ആ സന്താനത്തിന്റെ ഹുക്കും ആകുന്നു. ഇനി 6 മാസത്തിനു ശേഷം ആണെങ്കിലോ അങ്ങനെയാവും. 6 മാസമോ 6 മാസത്തിനു ശേഷമാണ് പ്രസവിക്കപ്പെട്ട സമയത്ത് നല്ല മനുഷ്യരൂപമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരൂപമില്ല, ജീവനും ഇല്ല എന്ന് വെക്കാം. യാതൊരു ജീവനില്ലാതെ 6 മാസത്തിനു ശേഷം ജീവനില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ശാഫിഈ മദ്ഹബിൽ 2 അഭിപ്രായമാണ് ഉള്ളത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹും, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഷെയ്ഖ് സക്കരിയൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത് അവിടെ നിസ്കാരം നിർബന്ധമില്ല. പ്രസവിക്കുമ്പോൾ ജീവനില്ലെങ്കിൽ 6 മാസത്തിനു ശേഷമാണെങ്കിലും പ്രസവിക്കുന്ന സമയത്ത് ജീവനില്ലെങ്കിൽ അഥവാ ഹയാത്തിന്റെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ നിസ്കാരം അല്ലാത്ത 3 കാര്യം മാത്രമേ നിർബന്ധമാകുകയുള്ളൂ എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലോത്തവർ പറയുന്നുണ്ടെങ്കിലും ആധികാരികമായ മറ്റു എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മുഗ്നി, അതുപോലെ തന്നെ നിഹായ, ജമല്, ബുജൈരിമി, അലി ഷിബ്ര മല്ലസി, മഹാനായ സുയൂത്തി ഇമാമ് പോലോത്ത ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് 6 മാസമോ 6 മാസത്തിനു ശേഷമോ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ്
ജീവൻ ഉണ്ടാവട്ടെ, ജീവൻ ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയാണെങ്കിലും ഇന്നസല മയ്യിത്തൻ, ജീവനില്ലാതെ മയ്യത്തായിട്ടാണ് 6 മാസത്തിനു ശേഷം പ്രസവിക്കപ്പെട്ടത് എങ്കിൽ അവിടെ 4 കാര്യവും നിർബന്ധമാണ്. അഥവാ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. ഇവിടെ ഞാനിതിങ്ങനൊന്ന് വ്യക്തമായി പറയാൻ കാരണം പലപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങള് ഒരു തെറ്റുധാരണ വരുന്ന വിഷയമായതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറഞ്ഞത്. അപ്പൊ മനസ്സിലായല്ലോ, 6 മാസത്തിനു മുമ്പാണ് ജീവനുമുണ്ട് മനുഷ്യരൂപവുമുണ്ട് പ്രസവിക്കപ്പെട്ട സമയത്ത്. അതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നത് എങ്കിൽ 4 കാര്യവും നിർബന്ധമാണ്. 4 കാര്യം എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. അഥവാ ഒരു വലിയ വ്യക്തി മരിച്ചാൽ എന്തെല്ലാം നിർബന്ധമാണോ ആ കാര്യങ്ങളൊക്കെയും ഈ കുഞ്ഞിന് നിർബന്ധമാണ്. നേരെ മറിച്ച് 6 മാസം ആകുന്നതിനു മുമ്പ് മനുഷ്യരൂപം വെളിവായി ജീവനില്ലാതെ പ്രസവിക്കുകയാണെങ്കിൽ എല്ലാവരുടെ അഭിപ്രായ പ്രകാരവും നിസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമാണ്. 6 മാസമോ 6 മാസത്തിനു ശേഷമോ ആണ് ജീവനോട് കൂടെ പ്രസവിച്ച് മരിച്ചാൽ എല്ലാവരുടെ അഭിപ്രായ പ്രകാരവും 4 കാര്യം നിർബന്ധമാണ്. നേരെ മറിച്ച് 6 മാസമോ 6 മാസത്തിനു ശേഷമോ ജീവനില്ലാതെ പ്രസവിച്ചാൽ അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് 6 മാസത്തിനു ശേഷമാണെങ്കിലും ജീവനില്ലാതെ പ്രസവിച്ചതാണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മസ്അല. പക്ഷേ ജമല് അതുപോലെ തന്നെ ബുജൈരിമി പോലത്തെ എല്ലാ കിതാബിലും മുഅ്തമദ് പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് 6 മാസത്തിനു ശേഷമാണെങ്കിൽ 4 കാര്യവും അവിടെ നിർബന്ധമാണ്. ജീവനില്ലാതെ 6 മാസത്തിനു ശേഷം പ്രസവിച്ചതാണെങ്കിലും എന്താകുന്നു 4 കാര്യവും നിർബന്ധമാണ്. അലി കോത്തക്കൽ എന്ന് പറയുന്ന സുഹൃത്ത് നമ്മുടെ നാട്ടിൽ പലരും നിസ്കരിക്കാറില്ല എന്ന് തെക്സടിക്കുന്നു. എപ്പോ 6 മാസത്തിനു ശേഷമാണെങ്കിൽ തെറ്റാണെന്നൊന്നും പറയാൻ വയ്യ. കാരണം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം 6 മാസത്തിനു ശേഷമാണെങ്കിലും പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഹയാത്തിന്റെ അടയാളം, ജീവന്റെ അടയാളം ഇല്ലെങ്കിൽ, അഥവാ മരിച്ചിട്ടാണ് ആ കുട്ടിയെ പ്രസവിച്ചതെങ്കിൽ, ജീവനില്ലാതെയാണ് പ്രസവിച്ചതെങ്കിൽ എന്താണ് അവരുടെ നിസ്കാരം നിർബന്ധമില്ല എന്നാണ് മസ്അല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഈ വിഷയത്തില് ഇനി സംശയങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ വിധി മനസ്സിലായവരൊക്കെ രസരിക്കും. ചിലരിങ്ങനെ കത്തുകണക്കും പറയുന്നത് അതൊരു ഫിഖ്ഹിയായ മസ്അലയായതുകൊണ്ട് ചിലപ്പം തിരിയാതെ പകുതി കേട്ടു പകുതി കേൾക്കാതെ ആയാൽ ചിലപ്പം ബുദ്ധിമുട്ടാവും, അല്ലേ? നമുക്കൊരു പറഞ്ഞത് ഒരു 3 ആൾക്കെങ്കിലും തിരിഞ്ഞു പറഞ്ഞാൽ ഒരു ഉപകാരമാണല്ലോ. ഇതാണ് സിക്കത്തിന്റെ, അതിന് ചാപ്പില്ല എന്നൊക്കെയും പലവരും മലയാളത്തിൽ പറയാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെയും ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെയും ഒരു ചർച്ചയാവാറുണ്ട്. അതുകൊണ്ടാണ് കാര്യം വളരെ വ്യക്തമായി പറഞ്ഞത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല ഒരു കലാശക്കൊട്ടേനോ കലാശിക്കൊട്ട് എന്തായാലും ശരി, മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഈ തഅ്സിയത്ത് ഇപ്പൊ പെരുന്നാളാണ് വരുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെയും ഒരു വിശ്വാസമുണ്ട്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൊല്ലം പൂർത്തിയാകുന്നത് വരെ അതിന്റെ ഇടയിൽ, അല്ലെ, അതിന്റെ ഇടയിൽ വരുന്ന പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാത്ത പലവരെയും കാണാം. എന്റെ നാട്ടിലൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പോ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ ശേഷം അത് മരിച്ചു നിൽക്കുക. അപ്പൊ ചിലപ്പം കൊല്ലം തികയാത്തതിന്റെ പേരിൽ അതിന്റെ ഇടയിൽ വരുന്ന പെരുന്നാൾ പോലത്തെ സുദിനങ്ങളിൽ, സാധാരണഗതിയിൽ ഒരു പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആവേശം, ഒരു ആനന്ദം, ഒരു പുതുവസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഉള്ള ഭക്ഷണം ഒന്നുകൂടി വൃത്തിയാക്കി നല്ല ഭക്ഷണമാക്കുക പോലത്തെ പല കാര്യങ്ങളും ഒഴിവാക്കുന്ന ഒരു ആചാരം
കാണാം. ഇങ്ങനെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസങ്ങളിൽ പറയാം. ഞാനൊന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരുപാട് സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. ഉമ്മയുടെ ഖബർ സിയാറത്തിന് പോയി കഴിഞ്ഞാൽ, ഞാനൊരു ആചാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോ സാധാരണക്കാരിൽ നല്ലൊരു ശതമാനം ചെയ്യുന്നതൊന്ന് സൂചിപ്പിക്കാൻ. ഉമ്മയുടെ ഖബർ സിയാറത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപ്പയുടെ അല്ലെങ്കിൽ ഭാര്യന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് കഴിഞ്ഞാൽ കാണാം, ആ മീസാൻ കല്ലുമൊന്ന് കയ്യച്ചെങ്ങാണ്ട് ഈ കയ്യൊന്ന് ചുംബിക്കുന്നത് കാണാം. ഇല്ലേ? അത് കണ്ടിട്ടില്ല? കണ്ടവരൊക്കെ രസരിക്കും. നമ്മളില്ലപ്പോ നമ്മൾ അതിന്റെ ഒക്കെ ഒരു വിധി പറയാം. സിയാറത്ത് കഴിഞ്ഞാൽ കാണാം മീസാൻ കല്ലും ഒന്ന് കയ്യച്ചെങ്ങാണ്ട് ഈ മീസാൻ കല്ലൊന്ന് ചുംബിക്കണ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. എന്തിനാ വെറുതെ ഈ ബാന്ധാത്ത നിൽക്കണ്? ആവശ്യമില്ലാത്തത് എന്തിനാ നമ്മൾ ചെയ്യാൻ നിൽക്കണ്? അങ്ങനെ സുന്നത്തില്ല. പിന്നെ ഔലിയാക്കന്മാരുടെ ഖബർ സന്ദർശിക്കുമ്പോ അവരുടെ ഖബർ ചുംബിക്കുക, ആ ഖബറിന്റെ മുകളിൽ കിടക്കുന്ന വസ്തു ചുംബിക്കുക, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലാതെ ഒരു സാധാരണക്കാരന്റെ ഖബറിന്റെ മീസാൻ കല്ലുമ്മ കയ്യച്ച് ആ കയ്യ് ചുംബിക്കുക, അങ്ങനെ ഒരു സുന്നത്തില്ല. അതൊരു തെറ്റായ വശ. അത് എന്തോ എല്ലാ ജനങ്ങളും ചെയ്യുന്നത്. സാധാരണക്കാര് ഗൾഫിൽ നിന്നൊക്കെ വന്ന് മരിച്ചോലെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ സിയാറത്തൊക്കെയും കഴിഞ്ഞു വരുമ്പോ തലയുടെ ഭാഗത്തുള്ള മീസാൻ കല്ലുമെന്ന് കയ്യച്ചെങ്ങാണ്ട് ആ കയ്യിന്റെ വിരൽ ചുംബിക്കുന്നത് കാണാം. പക്ഷെ ബറക്കത്തുള്ള വസ്തുക്കളുടെ നേരക്ക് ഉദാഹരണം പറയാ. അതുകൊണ്ടാണല്ലോ നമ്മൾ തവാഫ് ചെയ്യുമ്പോ അവിടെ പ്രത്യേകമായ ഒരു സുന്നത്തുണ്ട്. എന്താ സുന്നത്ത്? ആ ഹജറുൽ അസ്വദ് ചുംബിച്ചാണ് തവാഫ് തുടങ്ങേണ്ടത്. അവിടേക്ക് നമുക്ക് ചില മസ്അലകള് നമ്മുടെ ഗൾഫുകാർ ഇപ്പൊ മക്കയിലെത്തിയ മദീനയിലെത്തിയ നമ്മുടെ പല ശ്രോതാക്കളും കേൾക്കാൻ സാധ്യതയുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തവാഫിന്റെ തുടക്കത്തില് ഓരോ തവാഫ് 7 പ്രാവശ്യം ചുറ്റിയ അല്ലെ, ഓരോ ചുറ്റലിന്റെ തുടക്കത്തിലും ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അവസരം കിട്ടില്ല. ഏത് മാസങ്ങളിൽ ചെന്നാലും അപൂർവമായി തവാഫിന്റെ ഇടയിൽ ഹജറുൽ അസ്വദ് ഓരോ ചുറ്റലിന്റെ തുടക്കത്തിലും ചുംബിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു 10 ദിവസം മക്കയിൽ നിൽക്കുകയാണെങ്കിൽ അവൻ നല്ല ശ്രദ്ധയോടുകൂടെ ഓരോ രാവും പകലും ശ്രദ്ധിച്ച് ആ തവാഫിന്റെ കഅബയുടെ ചുറ്റുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ വളരെ അപൂർവമായി പലവർക്കും ഒന്ന് തിരക്കാനൊക്കെ സാധിക്കുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സൗകര്യങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ പലപ്പോഴും നടക്കാറില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ചുംബിക്കുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദുമ്മ ചിലപ്പം സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പാകിസ്ഥാനികളും ബംഗാളികളൊക്കെയും അവരുടെ കൈവശമുള്ളതായ അത്തറിന്റെ കുപ്പി ഈ ഹജറുൽ അസ്വദിന്റെ മുകളിലൂടെ ഒഴിക്കും. അതൊക്കെ അവര് പ്രത്യേകമായി ചെയ്യും. പക്ഷേ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ, അതുപോലെ തന്നെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണെന്ന് നമുക്കറിയാം. പക്ഷേ സാധാരണക്കാർക്ക് വളരെ അശ്രദ്ധത, ഗഫലത്ത് സംഭവിക്കുന്ന ഒരു മസ്അലയാകുന്നു അത്. വിവരമില്ലാതെ ഇങ്ങനെ ഉംറയുടെ തവാഫ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട, കാരണം ഹജ്ജിന് ഇഹ്റാം ചെയ്ത് നേരെ മക്കയിലെത്തി ഖുദൂമിന്റെ തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത്, അഥവാ ഇഹ്റാമിലായി ഹജ്ജിന് 2 തഹല്ലുലുണ്ട്. അഥവാ തീബ് സുഗന്ധം ഉപയോഗിക്കൽ അനുവദനീയമായ തഹല്ലുലിന്റെ മുമ്പായി ചെയ്യുന്ന തവാഫിന്റെ ഇടയിലൊക്കെയും യാദൃശികമായി നമുക്ക് ഒരു ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അവസരം കിട്ടിയാൽ അത് ചുംബിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത്, അങ്ങനെ ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. പക്ഷേ അവിടെ ചിലപ്പോൾ നമുക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ ഒരു സുന്നത്തുണ്ട്. നമ്മൾ കുറെ ദൂരത്താണ്, മത്താഫിന്റെ ഈ തലക്കയാണ് എങ്കിൽ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് എത്തുമ്പോ ആ ഭാഗത്തേക്ക് കൈയുയർത്തി ആ കൈ ചുംബിക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വസ്തുക്കൾ ഹജറുൽ അസ്വദിന്റെ നേരക്കാക്കി, അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ മഖാമിന്റെ എഴുത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളിങ്ങനൊരു ബസ്സിലൂടെ, വാഹനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ നോക്കുമ്പോ ഒരു എണ്ണച്ചിന്റെ വക്കത്ത് ഒരു കാര്യപ്പെട്ട മഹാന്റെ മഖാമ് കണ്ടു.
നമുക്കവരെ നമ്മുടെ വാഹനം നിർത്തി, ഒന്നിരിക്ക ബസ്സിലാവുമ്പോ നമ്മൾ വിചാരിച്ചോട്ട് നിർത്തൂലല്ലോ, നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ വാഹനം നിർത്താൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. നമുക്കവിടെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ എണ്ണച്ചായതുകൊണ്ട് അവിടെ വാഹനം നിർത്താൻ സൗകര്യം കിട്ടാത്ത ഒരു ടൈമായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗതാഗത കുരുക്ക് കാരണം എങ്കിൽ ആ മഹാനുഭാവന്റെ നേരക്ക് കൈ നീട്ടി, ആ മഖാമിന്റെ നേരേക്ക് കൈ നീട്ടി, അസ്സലാമു അലൈക യാ വലിയല്ലാ എന്നൊരു സലാം പറഞ്ഞ് ആ കൈയൊന്ന് നേരെ കാത്തുക, എന്നിട്ട് ആ കൈ ചുംബിക്കൽ സുന്നത്ത. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ട മക്കാമ് ഹജറുൽ അസ്വദ് പോലോത്തതിന്റെ നേരക്ക് ചിലപ്പം കൈ വെച്ചിട്ടും, ഇനി കൈ വെക്കാൻ സൗകര്യമില്ലെങ്കിൽ അതിന്റെ നേരക്ക് കൈ കാട്ടിച്ചൊക്കെയും ആ കൈയൊക്കെയും ചുംബിക്കൽ സുന്നത്തുണ്ട്. അതല്ലാതെ ഇപ്പൊ സാധാരണ പള്ളിത്തൊതോലുള്ള ഒരു മീസാൻ കല്ലിന്റെ ഒരു ഭാഗത്ത് കൈ വെച്ച് ചുംബിക്കല് അതൊരു സുന്നത്തൊന്നുമില്ല. അത് നമ്മൾ വലിയ മഹത്തുള്ളതായി കാണാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ഈളാഹ് എന്ന കിതാബിൽ വിശദീകരിക്കുന്ന ഒരു വിഷയം കാണാം. നമ്മളെ പല സാധാരണക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. തവാഫക്കും കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹിമിന്റെ അവിടെ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. പക്ഷെ ഇന്നതിന് സാധിക്കില്ല. എത്രയോ വിവരമില്ലാത്ത സഹോദരിമാർ നമ്മുടെ കേരളത്തിൽപ്പെട്ടവരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെയും കാണാം ആ മഖാമു ഇബ്രാഹിമിന്റെ ആ തവാഫിന്റെ ഇടയിൽ വെച്ചിങ്ങാതെ ഇങ്ങനെ നിസ്കരിക്കുന്നു. എന്നിട്ട് അവരുടെ മുകളിലൂടെ ചാടിക്കടന്ന് എന്തൊക്കെയോ ഒരിത്. എന്താ അങ്ങനെ നിസ്കരിച്ച കാര്യം? മഖാമു ഇബ്രാഹിമിന്റെ ബാക്കിൽ വെച്ച് തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്ത്. പക്ഷെ സാധിക്കേണ്ട തിരക്കാകുമ്പോ അതിനനുസരിച്ച് സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അതൊക്കെ സുന്നത്താണ്, സാധിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ കുറെ ആളുകൾക്കാണ് ആ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഉംറക്ക് പോയവർക്കൊക്കെ അറിയാം. ആ പ്രത്യേകമായ ആ ഒരു കുബ്ബ മോദല, ആ കണ്ണാടിച്ചില്ലിന്റെ ഇതിലായി വെച്ച വസ്തു അതിന്റെ മേലെ കടന്ന് മറിയുന്നത് കാണാം. അതിനെ ചുംബിക്കലും പിടിക്കലും എങ്കിൽ അത് ബിദ്അത്താണെന്ന് കാണാം. എങ്ങനെ? മഖാമു ഇബ്രാഹിം ആ പ്രത്യേകമായി അടയാളപ്പെടുത്തേന് ചുംബിക്കൽ പ്രത്യേകമായ സുന്നത്തൊന്നുമില്ല. എന്നാൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കണം, കഅബയെ ചുംബിക്കണം, മുൽത്തസമിനെ ചുംബിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ചുംബിക്കൽ സുന്നത്തായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങളിൽ സിയാറത്തിന്റെ വിഷയത്തിലായാലും പല വിഷയത്തിലായാലും ഒരുപാട് തെറ്റായ രൂപങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ ഏതായിരുന്നാലും ആ വിഷയത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു സിയാറത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ഗൾഫുകാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നേർച്ചയാക്കും, ഭാര്യക്ക് ഗർഭം ധരിച്ചാല് റബ്ബേ ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കുകയാണെങ്കിൽ മമ്പത്ത് കൊണ്ടുപോയിട്ട് യാറമ്മൂത നേർച്ചയാക്കി, പുത്തമ്പള്ളിയിൽ കൊണ്ടുപോയി യാറമ്മൂത നേർച്ചയാക്കുക, അല്ലെങ്കിൽ അജ്മീറിൽ പോയി യാറമ്മൂത നേർച്ചയാക്കുക, നല്ല തന്നെയാണ്. പക്ഷേ അവിടെ വലിയ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഈ യാളം മൂടാൻ വേണ്ടി നേർച്ചയാക്കുകയും ഭാര്യന്റെ പ്രസവം കഴിയുകയും അങ്ങനെ 3 മാസമോ 4 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു നേർച്ചക്കടം വീട്ടാൻ വേണ്ടി യാളം മൂടാൻ വേണ്ടി ഈ സ്ത്രീ മമ്പുറത്തേക്ക് പോകുന്നു, പുത്തമ്പള്ളിയിലേക്ക് പോകുന്നു, വലിയങ്കോട്ടേക്ക് പോകുന്നു. ഞാൻ 110 സുന്നി എന്ന നിലയ്ക്ക് തന്നെ പറയുന്നു. എന്നിട്ട് ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ സഹോദരി ആ കുട്ടിയുമായി അവിടെ യാളം മൂടാൻ നിൽക്കുന്ന മല്ലാമാര്, പുരുഷന്മാരായ അന്യ പുരുഷന്മാര്, അവര് ഈ കുട്ടി ആരുടെ വക്കത്താണ്? ഈ സ്ത്രീയുടെ വക്കത്താണ്. എന്നിട്ട് അവളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ യാളം മൂടുന്ന പ്രത്യേകമായ ആ തുണി അല്ലെങ്കിൽ ആ മഖാമിലുള്ള കൊടി ഈ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി കുട്ടിയുടെ തലയിലും അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ തലയിലും വെച്ചിങ്ങനെ ഉയ്യുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ കുട്ടിക്ക് വേണ്ടി ഒരു ബറക്കത്ത് ലഭിക്കാൻ ചെയ്ത നേർച്ചക്കടം നിന്നെ നരകത്തിന്റെ വക്കിലേക്കാണ് എത്തിക്കുന്നതെന്ന് ആധികാരികമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം യാളം മൂടാൻ വേണ്ടി ഈ അന്യപുരുഷന്റെ കയ്യ് നിന്റെ തലയിൽ വെക്കുന്നതോ അല്ലെങ്കിൽ നിന്റെ മുഖത്തേക്ക് ആ പുരുഷൻ നോക്കുന്നതോ അല്ലെങ്കിൽ നൂല് അരി പോലോത്തത് കൈമാറുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് ആ വസ്തു ആ അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങുന്ന സമയത്ത് അതൊക്കെ ശരീരം തമ്മിൽ തൊടാനും നിന്റെ മുഖത്തിലേക്ക് നോക്കി ആ വ്യക്തിക്ക് വികാരം വരാൻ കാരണമായാൽ
ഈ ഹറാമിന് കൂട്ടുനിന്നത് ഈ സ്ത്രീയാണെന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി അറിയിക്കുകയാണ്. അതുകൊണ്ട് യാളം മൂതുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്, നല്ല പരിപാടിയാണ്. പക്ഷേ അതിനു പറ്റാകുന്ന രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം. അതല്ലാതെ സ്ത്രീകൾ കുട്ടികളെയും എടുത്ത് യാളം മൂതാനാണെന്നും പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് അല്ലെങ്കിൽ അന്യപുരുഷനായ ദൈവമൊപ്പം പുത്തമ്പള്ളിയിലേക്കും മക്കാമിലേക്കൊക്കെ പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് എന്റെ പ്രവാസികളാകുന്ന ഗൾഫുകാരായ ഭർത്താക്കന്മാരായ പുരുഷന്മാരോട് ഞാൻ വളരെ ഗൗരവത്തിൽ അറിയിക്കുകയാണ്. ഞാനൊരു നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട സിയാറത്തുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ പറഞ്ഞിടത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അതേ രൂപത്തിൽ ഒരു ആചാരം കടന്നു വരുന്നതാണ് കണ്ണോക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അല്ലേ നിങ്ങളുടെ നാടുകളിലൊക്കെയും. ഞാൻ ഏതായാലും മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിയായ മസ്അലകൾ കടന്നു വരുന്ന ചില്ലറ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കണ്ണോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വാസ്തവത്തില് ഇന്നതൊരു ആചാരമായി മാറിയിട്ടുണ്ട്. എന്താ അത്? ഒരു മരിച്ചിട്ട് ഒരു മൂന്നിന്റെ അന്ന് ആ മരിച്ച വീട്ടുകാർ ആ മൂന്നിന്റെ അന്ന് അതിനായിട്ട് യാമം കാത്തിരിക്കുക, കുറച്ച് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി ഓലിങ്ങനെ കാത്തിരിക്കുക. ഇന്നിപ്പോ മൂന്നാണ്, കുറെ ആൾക്കാർ വരും. നമ്മൾ എവിടെന്നൊക്കെയോ കുറച്ച് പൈസ കടം വാങ്ങി കുറച്ച് പൈസ കടം വാങ്ങി എങ്ങനെയാണ് ഇപ്പോ മരിച്ചിട്ട് ഓന്റെ വീട്ടിക്ക് ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെയാണ് അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക എന്നൊക്കെയും പറഞ്ഞ് ഒരു ചീരിനി കൊണ്ടുപോയി ഉള്ള ഒരു ആചാരത്തിലേക്ക് ഇന്നത്തെ തഅ്സിയത്ത് മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് സാന്ദർഭികമായി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. തഅ്സിയത്ത് അതായത് സാന്ത്വനപ്പെടുത്തുക, മരിച്ച വ്യക്തികളുടെ കുടുംബമിത്രാദികളെ സാന്ത്വനപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം സുന്നത്താണ്. അതിന്റെ സമയം എപ്പോഴാണ്? യഥാർത്ഥത്തിൽ തഅ്സിയത്തിന്റെ സമയം അത് മരണം മുതൽ തുടങ്ങുമെന്നാണ്. മരണം മുതൽ. ചിലപ്പം മരിച്ചിട്ട് ഈ മയ്യത്തിനെ മറമാടുന്നത് പിറ്റേ ദിവസമായിരിക്കാം. ഇപ്പൊ രാവിലെ ഉച്ചക്കൊരാൾ മരിച്ച് മകൻ ഗൾഫിൽ നിന്ന് വരാനുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ അത് നമ്മുടെ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് ഒരാള് ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി, മകൻ ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി, ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി, അതല്ലെങ്കിൽ വാപ്പം ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി മരിച്ച മയ്യത്തിനെ മണിക്കൂറുകളോളം നേരത്തോട് നേരം കൂടുന്നത് വരെ ഫീസറിൽ ഒരു മയ്യത്തിനെ സൂക്ഷിക്കുന്നതിന്റെ ഇസ്ലാമിക നിയമം ഉണ്ടാവുമല്ലോ. എനിക്കൊരു ഇസ്ലാമിക വിധി ഇല്ലാതിരിക്കൂലല്ലോ. എന്റെ KMIC പ്രവർത്തകർ വളരെയധികം മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയതാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിവരം കൊടുക്കുക. ഞാൻ വരുന്നുണ്ട്, മയ്യത്ത് നിങ്ങൾ കബറടക്കിക്കോളൂ, എനിക്കും വേണ്ടി ഒരു മയ്യത്തിനെ ഫീസറിൽ 24 മണിക്കൂർ സൂക്ഷിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനെ കബറടക്കിക്കോളൂ, ഞാൻ നാട്ടിൽ എത്തിക്കോളാം. എന്തൊരു മാന്യതയുണ്ട്! വെറുതെ ഒരു വ്യക്തിയുടെ മുഖം കാണുക എന്നൊരാവശ്യത്തിനു വേണ്ടി മാത്രം ഇത്രയും മണിക്കൂറുകളോളം ഒരു മയ്യത്തിനെ ഫീസറിൽ വെക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അത്ര വലിയ ഖൈറായ വിഷയം അല്ല. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ലാ യംബഗി ലിജീഫത്തി മുഅ്മിനിൻ അൻ തുഹ്ബസ ബൈന ലഹ്റാനി അഹ്ലിഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശവത്തിനോട് മയ്യത്തിനോട് യോജിച്ചതല്ല അവന്റെ കുടുംബമിത്രാദികളുടെ ഇടയിൽ ആ മയ്യത്തിനെ ബന്ധു ചെയ്യപ്പെടല് യോജിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. ഒരു മയ്യത്തിനെ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചാൽ സാലിഹായ മയ്യത്താണെങ്കിൽ, നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് പറയുമത്രേ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെങ്ങളൊന്ന് എളുപ്പം കൊണ്ടുപോയി, ഒരു മിനിറ്റ് ആരെങ്കിലും ഒന്ന് മൈക്കേക്ക് വേണം. ഇവിടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റും പാടെ നമുക്ക് തോന്നരാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്, മൈക്കയിലേക്ക് വന്നാൽ ഉപകാരം. ഞാൻ മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അപ്പൊ തഅ്സിയത്തിന്റെ യഥാർത്ഥ സമയം തുടങ്ങുന്നത് പ്രബലമായ അഭിപ്രായ പ്രകാരം മരണം മുതലാണ്. അപ്പൊ ചിലപ്പം മരിച്ചിട്ട് മറമാടുന്നത് ചിലപ്പോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പൊ അതിന്റെ യഥാർത്ഥ സമയം തുടങ്ങുന്നത് മരണം മുതൽ 3 ദിവസം വരെ.
അവരൊരു അഭിപ്രായമുണ്ട്, മറ മാതിയതിനു ശേഷമാണ് തഅ്സിയത്തിന്റെ സമയം തുടങ്ങുന്നത് എന്നും നമ്മുടെ ശാഫി മദ്ഹബിൽ അഭിപ്രായമുണ്ടെങ്കിലും തഅ്സിയത്തിന്റെ സമയം തുടങ്ങുന്നത് മരണം മുതൽ 3 ദിവസമാണ്. എന്താണ് ഈ തഅ്സിയത്ത് എന്ന് പറഞ്ഞാല്? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളിൽ നിന്ന്, എത്രയോ വീടുകളിലേക്ക് തഅ്സിയത്ത് എന്ന പേരും വെച്ച് 3ന്റെ അന്ന് ചീരിനിയുമായി ഏറ്റിപ്പിടിച്ചു പോയവർ ഒരുപാട് പേരുണ്ടാവും. ആരെങ്കിലും ഒരാള് ആ മയ്യത്തിന്റെ കുടുംബമിത്രാദികളുടെ കയ്യ് പിടിച്ച് ആ ചെല്ലേണ്ട സുന്നത്ത് ആരെങ്കിലും ഒന്ന് ചൊല്ലിച്ചുണ്ടോ? അവരൊരു ദിക്റ് ചൊല്ലാണ്ടല്ലോ. ഈ മയ്യത്തിന്റെ വിഷമം സഹിച്ചിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കള് ആരെങ്കിലും തിരിച്ചു ചെല്ലേണ്ട വലിച്ച ദിക്റും ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പിന്നെന്താ, നമ്മൾ വെറുതെ മരിച്ച വീട്ടിൽ പോവുക. നമ്മുടെ മനസ്സിലൊരു തോന്നല്, മരിയോല വാപ്പ മരിച്ചതല്ലേ, ഒന്ന് പോയി നോക്കി പോന്നില്ലെങ്കിൽ ഓൽക്കെന്താ തോന്നുക? ഈ തോന്നല അപ്പൊ നമ്മളെ തഅ്സിയത്ത്. നല്ല ശ്രദ്ധിക്കണം. ഈ ഒരു തോന്നൽ ഒഴിവാക്കാം. മരിയോല വാപ്പ മരിച്ചിട്ട്, അല്ലെങ്കിൽ മരിയോല ജ്യേഷ്ഠത്തി മരിച്ചിട്ട്, അല്ലെങ്കിൽ മരുമകന്റെ എളാപ്പ മരിച്ചിട്ട് അവരൊന്ന് പോയി പോന്നില്ലെങ്കിൽ ഓൽക്കെന്താ തോന്നുക? ഈ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് അലുവിൻ ചീരിനിയും വായിക്കും വാങ്ങി, കുറച്ച് ജീപ്പൊക്കെ വിളിച്ച്, കുറച്ച് പെണ്ണുങ്ങളൊക്കെ കൂട്ടി, തലയും മറക്കൂല, ഔറത്തും മറക്കൂല, ചിലപ്പം പോയി വരുമ്പോഴേക്ക് ളുഹുറും കള ആക്കിയുള്ള ഒരു പോക്ക്. പല സ്ഥലങ്ങളിലും ഇതൊന്ന് വലിയ വലിയ വിഭവ സദ്യകളുമായി മാറുന്നുണ്ട്. അത് ഓരോരുത്തരുടെ തറവാത്തിന്റെ മഹിമക്കനുസരിച്ചും മുതലിനനുസരിച്ചും ചീരിനിക്കത്തും വായക്കൊലയുടെ എണ്ണം കൂടുതലും ചുരുങ്ങളൊക്കെയുമുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ സ്വതക്ക ചെയ്യലോ ചെയ്യാതിരിക്കലോ അതൊക്കെ വേറെ വിഷയം. യഥാർത്ഥത്തിൽ തഅ്സിയത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ, അഥവാ ആ മയ്യത്തിന്റെ അടുത്ത കുടുംബക്കാരെ ക്ഷമ കൊണ്ട് കൽപ്പിക്കുക, പൊരുതികേട് കാണിക്കാൻ പാടില്ല എന്ന് അവരെ നിരോധിക്കുക. പൊരുതികേട് കാണിക്കലിനെ തൊട്ട് നിരോധിക്കുക, ക്ഷമിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുക, അവരുടെ മയ്യത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു പോരുക. ഇതാണ് യഥാർത്ഥത്തിൽ തഅ്സിയത്ത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ തഅ്സിയത്ത് അതാണ്. അതിന്റെ സമയം മരിച്ചേദം മുതൽ 3 ദിവസമാണ്, അല്ല മറമാതിയേദം മുതൽ 3 ദിവസമാണ് എന്ന അഭിപ്രായവുമുണ്ട്. അപ്പൊ എന്താവാം, മയ്യത്തിനെ മറമാകുന്നതിനു മുമ്പ് തന്നെ ഈ മയ്യത്തിന്റെ മരിച്ചതിന്റെ പേരിലുള്ള ആ ദുഃഖിതരായ കുടുംബമിത്രാദികളെ സ്വാന്തനപ്പെടുത്താം, സമാധാനപ്പെടുത്താം. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ മയ്യത്തിന്റെ കുടുംബമിത്രാദികൾ മയ്യത്തിനെ മറമാകുന്നതിനു മുമ്പ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ അത് ഏറ്റവും നല്ലതെന്താണ്? മയ്യത്തിനെ മറമാതിയതിന്റെ ശേഷമാണ്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെയും ഇതൊരു വ്യാപകമായിട്ട് ആ 3ന്റെ അന്ന് മാത്രം ഒന്ന് പോയി പോരാ, അല്ലേ? ചിലപ്പോ 3ന്റെ അന്ന് നമുക്ക് പോകാൻ സാധില്ലെങ്കിലോ അതോടുകൂടാ തഅ്സിയത്ത് അവരെ കയ്യും ചെയ്ത്, അല്ലേ? ചിലപ്പോ നമ്മള് രാവിലെ മരിച്ച് മയ്യത്തിനെ ഉച്ചയാവുമ്പോഴേക്ക് ഖബറടക്കി, വൈകുന്നേരത്ത് ചെല്ലാം, രാത്രി ചെല്ലാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചെല്ലാം. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെയും ആ 3ന്റെ അന്നേക്ക് അത് മാറ്റിവെച്ച്, അഥവാ 3ന്റെ അന്ന് വല്ല അസൗകര്യവും കാരണം നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലോ നമ്മൾ പിന്നെ ആ കുടുംബക്കാരെ തഅ്സിയത്ത് ചെയ്യുന്ന ആ വിഷയവും കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ട് മരിച്ചേദം മുതൽ 3 ദിവസമാണ്. എപ്പോ? ഹാജറുള്ളവർക്ക്. ഇനി ചിലപ്പം പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഒരാളും മരിച്ച വിവരം അറിഞ്ഞില്ല, ഒരാളൊരു സുഹൃത്ത് മരിച്ചിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിരുന്നു, പക്ഷേ ആ വ്യക്തി മരിച്ച വിവരം ഇയാൾ അറിഞ്ഞില്ല. അപ്പൊ അറിഞ്ഞേദം മുതൽ 3 ദിവസം സുന്നത്താ. അല്ലെങ്കിൽ അറിയാത്ത കുഴപ്പമില്ല, ആള് ഗായിബായിരുന്നു, ഗൾഫിലായിരുന്നു, അത് കാരണം ഈ കുടുംബത്തെ ഒന്ന് സമാധാനപ്പെടുത്താൻ കൂടിയില്ല, അപ്പൊ വന്നേദം മുതൽ. അതല്ലെങ്കിൽ എന്തായാലും രോഗിയായിരുന്നു, ആ കുടുംബത്തെ ഒന്ന് സമാധാനപ്പെടുത്താൻ പോവാന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ കാരണം എന്തോ ഓപ്പറേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ കാരണം പോവാൻ സാധിച്ചില്ല എങ്കിൽ ആ രോഗം മാറിയേദം മുതൽ ഈ കാര്യം ചെയ്യാം. അല്ലെങ്കിൽ ഹബ്സിലായിരുന്നു ഇവൻ, ഒരാൾ മരിച്ചപ്പോ ഇവൻ ജയിലിലേന്, ഈ ജയിലിൽ കിടക്കുന്ന കാരണം എന്തിനു സാധിച്ചില്ല? ഈ മരിച്ച വീട്ടുകാരെ തഅ്സിയത്തിന് സാധിച്ചില്ല. അങ്ങനെ ഹബ്സിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അത് സുന്നത്താണ്. നേരെ മരിച്ച് അങ്ങനത്തെ ഒരു കാരണമില്ല,
ഓൻ നാട്ടിലെന്ത് ഈ മയ്യത്തിന്റെ നാട്ടേലം തന്നെയാണ്. ഓനക്ക് രോഗമില്ല, ഓൻ മരിച്ച വിവരവും അറിഞ്ഞിക്കണ്, പോവലിന് തടസ്സമില്ല. അങ്ങനെ പിന്നെ ഓൻ പിന്നെ പോവാ അങ്ങനെയല്ല. നാളിന്ന് പോകട്ടെ, നാളെയാകട്ടെ, നാളെക്കോ നാളെ ഈ നീളം വിട്ടാട്ടെ, അങ്ങനത്തെ നമുക്കൊരു സ്വഭാവം. പിന്നെ പോവാ, ഇനി നാളെ രാവിലെ പോവാ, നാളെ വൈകുന്നേരത്ത് പോവാ, അങ്ങനെ 3 ദിവസം അതാണ്ട് കഴിഞ്ഞു എന്ന് വെക്കുക. ഇങ്ങനത്തെ പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ലാതെ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെന്തില്ല, ആ തഅസിയത്തിന്റെ സുന്നത്ത് അവിടെ വരുന്നില്ല. ഇനി ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യാം, കട്ടെഴുതി വിവരം അറിയിക്കാമെന്നാണ്. അതായത് ഞാനിങ്ങനെ മരിച്ച വിവരം അറിഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ, നിങ്ങളുടെ മയ്യത്തിന് അല്ലാഹു തആല പൊറുത്തു തരട്ടെ, നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിലുള്ള പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് മഹത്വം ഉള്ളതാക്കി തരട്ടെ എന്ന് അറബി അറിയില്ലെങ്കിൽ അറബിയിൽ അറിയുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ എഴുതിയിട്ട് കത്തിലൂടെയോ ഫോണിലൂടെയൊക്കെയും ഇങ്ങനെ നേരിട്ട് വരാൻ സാധ്യമല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ തഅസിയത്ത് സുന്നത്താണെന്ന് പറയുമ്പോ അനുവദനീയമായ ആളുകൾ. അപ്പൊ എന്ത് പാടില്ല, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു ആചാരം നടക്കുന്നുണ്ട്, മരിയോലെ വാപ്പ മരിച്ചാല് ചിലപ്പം ഇവന്റെ മകന്റെ അമ്മേന് തഅസിയത്തിന് പോകുന്നത് ഇല്ലേ? ഇത്രയും സ്ഥലങ്ങളില് അന്യ സ്ത്രീയാണെങ്കിൽ അന്യ സ്ത്രീ അന്യ പുരുഷനെ തഅസിയത്ത് നടത്തുക, അല്ലെങ്കിൽ അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തഅസിയത്ത് നടത്തുക, അതൊന്നും പാടുള്ളതല്ല. അപ്പൊ നമ്മളൊരു നാട്ടാചാരമായി ബന്ധുപ്പാത്തേര് ആരെങ്കിലും മരിച്ചാല് എല്ലാരും പാടെ കൂടി ഒരു ജീപ്പ് വിളിച്ചിങ്ങാണ്ട് അങ്ങോട്ട് പോവുക, എന്നിട്ട് അവരോട് പോയി വർത്താനം പറയാ, കളിക്കുക, ചിരിക്കുക പോലത്തെ പല സംഗതികളും ഈ വിഷയത്തിൽ കാണാം. പല സംഗതിയിൽ കാണാം. അപ്പൊ അതുകൊണ്ട് അനുവദനീയമായി കാണാൻ പറ്റാകുന്നവരെ പുരുഷനെ, സ്ത്രീകളെ, സ്ത്രീ പുരുഷനാണെങ്കിൽ അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായവരാവുക, പുരുഷൻ സ്ത്രീ ആണെങ്കിൽ അവനെ സംബന്ധിച്ച് വിവാഹബന്ധം നിഷിദ്ധമായവരാകുക പോലത്തെ നിബന്ധനകളൊക്കെയും അവിടെ വെക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനി അങ്ങനെ തഅസിയത്ത് നടത്തുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ ചൊല്ലി ദുഃഖിക്കുന്ന ഒരു മുസ്ലിമാണ് മരിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കണം, ഒരു മുസ്ലിമാണ് മരിച്ചിട്ടുള്ളത്. ആ മുസ്ലിമായ മരിച്ച വ്യക്തി മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ഒരു മുസ്ലിമിനെ തഅസിയത്ത് നടത്തുമ്പോ എന്തു പറയണം? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന ഗസാക വ ഗഫറ ലിമയ്യിതിക എന്നാണ് പറയേണ്ടത്. എങ്ങനെ? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന ഗസാക വ ഗഫറ ലിമയ്യിതിക, അല്ലാഹു തആല നിനക്ക് മഹത്തമായ പ്രതിഫലം നൽകട്ടെ, നല്ല സമാധാനവും സാന്ത്വനവും പ്രദാനം ചെയ്യട്ടെ, നിന്റെ മയ്യത്തിന് അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമാറാവട്ടെ എന്നാണ് ഒരു മുസ്ലിം മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്കുന്ന, വിഷമം സഹിക്കുന്ന ഒരു മുസൽമാനെ നമ്മൾ തഅസിയത്ത് നടത്തുമ്പോ നമ്മൾ പറയേണ്ട വാക്ക് അതാണ്. ഇനി ചിലപ്പം എന്താവും, ഒരു കാഫിർ മരിച്ചതിന്റെ പേരിൽ, ശ്രദ്ധിക്കണം, ഒരു കാഫിർ മരിച്ചതിന്റെ പേരിൽ ഒരു മുസൽമാന് വലിയ ദുഃഖം സംഭവിക്കല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക. അഥവാ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹൈന്ദവ സുഹൃത്തായിരുന്നു. ഞാൻ പറയാം, ഒരു പോക്കറിന്റെ വീട്ടില് ഒരു ജോലി ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് മരിച്ചു, ഉറപ്പല്ലേ? ഈ ഹൈന്ദവ സുഹൃത്ത് മരിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായും ആ വീട്ടുകാർക്കൊരു ദുഃഖം ഉണ്ടാവും. അവിടെ തഅസിയത്ത് സുന്നത്താ. സംഗതി മരിച്ചത് അമുസ്ലിമാണ്, പക്ഷെ അതിന്റെ പേരിൽ ദുഃഖം സഹിക്കുന്നത് ആരാണ്? വിഷമം സഹിക്കുന്നത് ആരാണ്? ഈ മുസൽമാനാ. നമ്മളുമായി അഭേദ്യമായ ബന്ധമുള്ള നല്ലൊരു അയൽവാസി, ഇവനിക്കൊരുപാട് ഉപകാരം ചെയ്തിരുന്ന ഒരു അമുസ്ലിമാണ്. അവൻ മരിച്ചു, അതിന്റെ പേരിൽ ഈ മുസൽമാൻ വളരെ ദുഃഖത്തിലാണ്. അവരെയും തഅസിയത്ത് സുന്നത്താ. പക്ഷെ നമ്മളാരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മറ്റൊരു വിഷയം. അപ്പോൾ ഒരു അമുസ്ലിം മരിച്ചതിൽ ദുഃഖിക്കുന്ന ഒരു മുസ്ലിമിനെ സാന്ത്വനപ്പെടുത്താൻ, സമാധാനപ്പെടുത്താനാണ് പോകുന്നതെങ്കിൽ അവിടെ എന്തേ പറയാൻ പറ്റുള്ളൂ? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന ഗസാഅക, നിന്റെ സമാധാനത്തെ അല്ലാഹു മഹത്വമുള്ളതാക്കട്ടെ, ഈ സമാധാനത്തിന്റെ പേരിൽ ഉള്ള പ്രതിഫലത്തെ അല്ലാഹു വലിയ മഹത്വമുള്ളതാക്കട്ടെ. എന്തു പറ്റില്ല? ആ മയ്യത്തിന് പൊറുത്തു കൊടുക്കട്ടെ എന്ന വാക്ക് വരാൻ പാടില്ല. അപ്പൊ എങ്ങനെ? ഒരു അമുസ്ലിം മരിച്ചതിന്റെ പേരിൽ ഒരു മുസൽമാൻ ദുഃഖിക്കുകയാണ്. ആ ദുഃഖിക്കുന്ന മുസൽമാനെയാണ് സമാധാനപ്പെടുത്തുന്നതെങ്കിൽ അവിടെ
വഗഫറ ലിമയ്യിത്തിക എന്ന വാക്ക് പറയാൻ പറ്റില്ല. എന്തേ കാരണം? കാരണം മരിച്ചത് അമുസ്ലിമാണ്, അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഇനി എങ്ങനെയാവാം? നല്ല ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമു മരിച്ചതിന്റെ ശ്രദ്ധിക്കണം. കാരണം മുസ്ലിമു മരിച്ചതിന്റെ പേരിൽ അമുസ്ലിമാണ് ദുഃഖിക്കുന്നത്. അപ്പൊ മരിച്ചത് മുസ്ലിമാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ മയ്യത്താരാണ്? മുസ്ലിമാണ്. അതുകൊണ്ട് മഗ്ഫിറത്തിന് വേണ്ടി, ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആഇർക്കാം. അപ്പൊ ഇവിടെ 3 കോലം വരും തഅ്സിയത്തിൽ. മുസ്ലിമു മരിച്ചതിന്റെ പേരിൽ മുസ്ലിമു ദുഃഖിക്കുന്നു, ആ മുസ്ലിമിനെ തഅ്സിയത്ത് ചെയ്യുക. അതുപോലെ തന്നെ മുസൽമാൻ മരിച്ചതിന്റെ പേരിൽ അമുസ്ലിമു ദുഃഖിക്കുന്നു, ആ അമുസ്ലിമിനെ തഅ്സിയത്ത് ചെയ്യണം, സുന്നത്താണ്. ഇനി അമുസ്ലിമു മരിച്ചതിന്റെ പേരിൽ മുസ്ലിമു ദുഃഖിക്കുക, ഈ 3 കോലത്തിലും തഅ്സിയത്ത് സുന്നത്താണ്. പക്ഷേ 3 കോലത്തിലും ഉപയോഗിക്കേണ്ട ദിക്റുകളിൽ വ്യത്യാസമുണ്ട്. മരിച്ചത് അമുസ്ലിമു മരിച്ചതിന്റെ പേരിൽ മുസൽമാൻ ദുഃഖിക്കുന്നുവെങ്കിൽ അവിടെ എന്തു പറ്റില്ല? മയ്യത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റില്ല മരിച്ചത് അമുസ്ലിമാണെങ്കിൽ. കാരണം അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല എന്ന മസ്അല പ്രകാരം ഈ കോലത്തിലെല്ലാം ആരെയാണോ തഅ്സിയത്ത് നടത്തുന്നതെങ്കിൽ അവർ എന്തു പറയൽ സുന്നത്താണ്? ജസാക്കല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക. അപ്പൊ നമ്മൾ ഒരു മരിച്ച വീട്ടുകാരെ തഅ്സിയത്ത് നടത്താൻ, നമ്മളിപ്പോ സാധാരണ മുസ്ലിമീങ്ങൾ തമ്മിലാണല്ലോ ഇത് നടക്കാറുള്ളത്, നമുക്ക് അതിലേക്ക് തന്നെ വരാം. അപ്പൊ നമ്മളൊരു കുടുംബമിത്രാദികൾ മരിച്ചു, അവരെ തഅ്സിയത്ത് നടത്തുമ്പോ നമ്മൾ എന്ത് പറയുക? അഅളമല്ലാഹു അജ്റക വ അഹ്സന ഗസാഅക വ ഗഫറ ലിമയ്യിത്തിക എന്ന് പറയുക. അപ്പൊ ആ കുടുംബമിത്രാദികൾ എന്ത് പറയാ? ജസാക്കല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക. അല്ലാഹു ഞങ്ങളെ ഈ സമാധാനപ്പെടുത്താൻ നിങ്ങൾ വന്നതിൽ അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ? ഖൈർ പ്രദാനം ചെയ്യട്ടെ, ഖൈറിന് പ്രതിഫലം നൽകട്ടെ. നിങ്ങളുടെ ഈ തഅ്സിയത്ത് അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നാണ്. ഗസാക്കാനല്ല ഗസാഅക എന്നാണ് കിതാബുകളിൽ കാണുന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പൊ നോക്കി, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ഞാൻ അതിൽ ചോദിക്കട്ടെ. എന്ത്? ഗസാഅക എന്നാണ് നമ്മുടെ ഖുലാസ പോലത്തെ കിതാബിലൊക്കെ ബാവുസ്താദിന്റെ ഖുലാസ വരും. ഗസാക്കല്ല, ഗസാ കഴിഞ്ഞിട്ട് ഹംസക്ക് ഫത്ത്. ഗസാഅക നിന്റെ ഈ സമാധാനപ്പെടുത്തലിന് എന്ന അർത്ഥത്തിൽ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ച് ഞാനിത് അവസാനിപ്പിക്കുക. ഇങ്ങോട്ട് ചോദിക്കുന്നതിന്റെ മുമ്പ്, നമ്മളൊരുപാട് കുടുംബമിത്രാദികൾ മരിച്ചതിന്റെ പേരിൽ തഅ്സിയത്ത്, കന്നോക്ക്, നമ്മുടെ ഭാഷയിൽ കന്നോക്ക്. എന്താണ് ഇപ്പൊ ഇതിന് കന്നോക്ക് എന്ന് പറയാൻ കാരണം? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏതായിരുന്നാലും സാന്ത്വനപ്പെടുത്തുക, തഅ്സിയത്ത് എന്നൊക്കെ അറബിയിൽ പറയും. അഥവാ ആ മരിച്ച കുടുംബമിത്രാദികളുടെ, മരിച്ച വ്യക്തിയുടെ കുടുംബമിത്രാദികളെ ക്ഷമ കൊണ്ട് കൽപ്പിക്കുക. നിങ്ങൾ പൊരുതികേടൊന്നും കാണിക്കരുത്, ഒരാളും മരിച്ചതിന്റെ പേരിൽ പൊരുതികേട് കാണിക്കാൻ പാടില്ല എന്നെന്ത് ചെയ്യുക? സമാധാനപ്പെടുത്തുക. ഇത് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും. അതുപോലെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോ എത്ര പേരാണ് ആ മരിച്ച വീട്ടിൽ പോകുന്നവരുണ്ടാവും. നമ്മൾ മരിക്കുന്ന സമയത്ത് നാട്ടിലില്ല, പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് മൂത്താപ്പ മരിച്ച ഇവിടെ വീട്ടിൽ പോകുന്നത്, അല്ലെങ്കിൽ അയൽവാസി മരിച്ച വീട്ടിൽ പോകുന്നത്. ഇങ്ങനെ പോയി പോരുന്നവർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇത്തരം ദിക്റുകൾ ചൊല്ലുക. അല്ലെങ്കിൽ ആ മരിച്ച വീട്ടുകാർ തിരിച്ച് ജസാക്കല്ലാഹു ഖൈറൻ വ തഖബ്ബലല്ലാഹു മിൻക പോലത്തെ ദിക്റ് നമ്മുടെ കൈ പിടിച്ച് തിരിച്ചു ചെല്ലലൊന്നും ഇന്ന് എവതില്ല. ഞാൻ പറഞ്ഞില്ല എന്തേ കാരണം? ഇതൊരു ആചാരമായി മാറി. നാട്ടിൽ അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ 3ന്റെ അന്ന് കുറച്ച് ചീനി വാങ്ങി പോവുക. ചിലപ്പം ഗൾഫിലുള്ള നിങ്ങളൊക്കെ വിളിക്കുമ്പ നമ്മൾ മരിച്ചിട്ടുന്ന് 3 മൂത്താപ്പ, അല്ലെങ്കിൽ അലിയ മരിച്ച 3, അല്ലെങ്കിൽ അലിയന്റെ ജ്യേഷ്ഠം മരിച്ച 3, പോകുന്നില്ലേ എന്ന് പറഞ്ഞ് കുറച്ച് ചീനിയും വാങ്ങ പോവുക, അവിടെ പോവുക, പോരുക, അതന്നെ.
അതൊരു ആചാരമായി മാറ്റാതെ ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് നമ്മുടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എന്ന കാര്യം സാന്ദർഭികമായി നിങ്ങൾ ആരും മറക്കരുത് എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ തഅസിയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ സാധാരണഗതിയിൽ മരിച്ചാൽ കരയുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. ഇത് നമ്മൾ ചൊലോല ഈ മരിച്ചാൽ ഇങ്ങനെ ഇരുന്ന് കരയും, ഓരിങ്ങനെ ഈ വീട്ടിലിരുന്ന് കരയുന്നുണ്ടാവും. എന്താണ് ഈ കരയുന്നതിന്റെ വിധി? സാധാരണഗതിയിൽ എന്താവാം, ശബ്ദം ഉയർത്താതെ മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന്റെ ശേഷവും ശബ്ദം ഉയർത്താത്ത രൂപത്തിലുള്ള കരയൽ അനുവദനീയാണ്. ഒരു വ്യക്തി മരിച്ചതിന്റെ പേരിൽ ദുഃഖം വരുമ്പോൾ കരയുമല്ലോ, ആ കരച്ചിൽ ശബ്ദം ഉയർത്താതെ മരണം ആസന്നമായ രോഗി, പ്രത്യേകിച്ച് ഒരു കാര്യം എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്, മരണം ആസന്നമായ രോഗി കേൾക്കുന്ന രൂപത്തിൽ ഒരിക്കലും ആ രോഗിയുടെ അടുക്കൽ വെച്ച് കരയരുത്, മരണം ആസന്നമായവന്റെ അടുക്കൽ വെച്ച് കരയരുത്. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കണം. ഒരു രോഗിയായി കിടക്കുന്നു, അവനിൽ മരണത്തിന്റെ ചില അടയാളങ്ങൾ കാണുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് റബ്ബേ എന്റെ വാപ്പാക്ക് എന്താണാവോന്നും പറഞ്ഞാണ്ട് ഒരു അട്ടഹാസം കേൾക്കാം. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഏതായിരുന്നാലും മരിക്കുന്നതിനു മുമ്പ് എന്തെന്നാൽ ഇന്ന രോഗി വ്യക്തി മരിക്കാൻ പോകാനല്ലോ എന്ന് ഉള്ള ഒരു സങ്കടം കാരണം ശബ്ദം ഉയർത്താതെ മരിക്കുന്നതിനു മുമ്പും മരിച്ചതിന്റെ ശേഷവും കരയൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ശബ്ദത്തോടു കൂടെ അട്ടഹാസമില്ലാതെ പൊട്ടിക്കരയ, ഒരു എന്തൊക്കെയോ ആവലാദികൾ പറഞ്ഞു എനിക്ക് നഷ്ടമായി പോയല്ലോ എന്നൊക്കെയും പറഞ്ഞുള്ള ഒരു അട്ടഹാസവും ഒരു ഖേദം പ്രകടിപ്പിച്ച് ശബ്ദം ഉയർത്തൽ കൂടാതെയാണെങ്കിൽ എന്താണ്, അതും തന്നെ മുബാഹാണ്, നല്ലതാണ്. വേണമെങ്കിൽ ആവാം, സുന്നത്തൊന്നുമില്ല. ഒന്ന് ശബ്ദം ഉയർത്തി ഇങ്ങനെ ആ ദുഃഖം കാരണം അവന്റെ ശബ്ദം ഇങ്ങനെ ഉയർന്നു വരികയാണ്. അതിന്റെ പേരിൽ അവൻ അട്ടഹാസങ്ങളോ അല്ലെങ്കിൽ വേണ്ടാത്തത് വിളിച്ചു പറയലോ ഒന്നുമില്ലെങ്കിൽ അതും തന്നെ എന്താകുന്നു, അനുവദനീയമാകുന്നു. ഇനി മരണത്തിന്റെ ശേഷം ഇവന്റെ ദുഃഖം സഹിക്കാത്ത കാരണം നമ്മളെ തിരുവമ്പാടിയുടെ ഭാഷയെ പറഞ്ഞ ഇക്കുഞ്ഞാരാണോന്നും പറഞ്ഞാതിലൊരു പൊത്തിക്കാഴ്ചലൊക്കെ ഉണ്ടല്ലോ, അമ്മാതിരി പൊത്തിക്കരച്ചിലൊന്നും പാടില്ല. ഏതായാലും തിരുവമ്പാടിയുടെ നാട്ടിലേക്ക് ആ ശൈലി ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തിരിയും. ഇനി എന്ത് പറ്റൂല, നല്ല ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ഈ എത്ര സങ്കടം സഹിച്ചാലും എത്ര ശ്രമിച്ചാലും നമ്മുടെ ആ ഒരു സ്നേഹം കാരണം നമുക്ക് കരച്ചിൽ വരും. അത് മരണത്തിന്റെ ശേഷമാണെങ്കിൽ ജായിസാണ്. നേരെ മറിച്ച് പൊരുതികേട് കാണിക്കുക, അത് നമ്മുടെ നാട്ടിലെ തിരുവമ്പാടി പറഞ്ഞ മാതിരി ഇക്കുഞ്ഞാരാണ് ഉള്ളത്, റബ്ബേ പോയില്ലേ, എത്ര കാലം മരം വെട്ടി ജീവിച്ചിന്നെ പോറ്റി വളർത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞാണൊക്കെ കാണാൻ ചില പെരയില് എന്തൊക്കെയോ പൊരുതികേട് കാണിച്ച് ശബ്ദം ഉയർത്തിയിട്ട് കരയുന്നത് കാണാം. അത് ഹറാമാകുന്നു. ഇനി അതുപോലെ തന്നെ ഈ മരിച്ച വ്യക്തിയിൽ നിന്ന് ചില ഗുണങ്ങൾ കിട്ടിയിരുന്നു. ആർക്ക്? ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക്. ആ ഗുണം നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിച്ചിട്ട് കരയുക, അതും കറാത്ത. എന്നും രാവിലെ ഒരു ചായയും പൊറാത്തിയും വാങ്ങിക്കൊടുത്തിന് ഇയാള് പോക്കലാക്കാൻ നേരം വെളുത്ത ഒരു ചായയും പൊറാത്തിയും വാങ്ങിക്കൊടുത്തിന് ഒരാളുണ്ടായി. അങ്ങനെ പോക്കലാക്കാൻ മരിക്കാൻ, റബ്ബേ എന്റെ ചായയും പൊറാത്തിയും പോയില്ലേന്നും പറഞ്ഞത് കരയാ. ഈ മരിച്ച വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം നഷ്ടപ്പെട്ടത് ആലോചിച്ച് കരയാ, അതെന്താവുന്നു, കറാഹത്താകുന്നു. ഇനി എന്താവാം, എങ്ങനെയാവാം, ചിലപ്പം ബറക്കത്തോ ഇൽമോ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരയാ. നല്ലൊരു കാര്യപ്പെട്ട ഉസ്താദാണ്, പക്ഷെ ആ ഉസ്താദ് മരിച്ചതിന്റെ പേരിൽ ഒരുപാട് ഇൽമ് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ ഒരു കാര്യപ്പെട്ടൊരു വലിയായിരുന്നു. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇടക്കിടക്ക് ആ മഹാനുഭാവന്റെ അടുക്കൽ പോയി കയ്യൊക്കെ പിടിച്ച് സലാം പറയാ, ആ മഹാനുഭാവന്റെ മുഖത്തേക്ക് നോക്കുക. അങ്ങനെ ഒരു ബറക്കത്ത് നഷ്ടപ്പെട്ടു ആ മഹാൻ മരിച്ചതിന്റെ പേരിൽ. അല്ലെങ്കിൽ ഒരു ഉസ്താദായിരുന്നു, ആ ഉസ്താദിനെ കൊണ്ടൊരുപാട് ഇൽമ് കിട്ടിയിരുന്നു. ആ ഉസ്താദ് മരിച്ചപ്പോൾ റബ്ബേ ഞങ്ങൾക്കൊരുപാട് ഇൽമ് പറഞ്ഞു തന്നിരുന്ന ഒരാളായിരുന്നു, ആ ഉസ്താദ് മരിച്ചല്ലോ എന്നാലോചിച്ച് കരയുക, അത് സുന്നത്താണ്. നോക്കി മഹാന്മാര് കിതാബുകളൊക്കെ പറയുന്നു. അപ്പോ ഒരു ഗുണം
മരിച്ച വ്യക്തിയിൽ നിന്ന് ഒരു ഭൗതികമായ ഗുണം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിച്ച് കരയല് എന്താകുന്നു? കറാഹത്ത്. നേരെ മരിച്ച വ്യക്തിയിൽ നിന്ന് ഇൽമ് നഷ്ടപ്പെട്ടു പോയി, ഇനി ആ ഉസ്താദ് ഒരു ഇൽമ് ക്ലാസ് തരാൻ ഉണ്ടാവൂല, അല്ലെങ്കിൽ ആ മഹാനുഭാവൻ മരിച്ചതിന്റെ പേരിൽ ഒരു ബറക്കത്തെടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന കാര്യം ആലോചിച്ച് കരയൽ അത് സുന്നത്താകുന്നു. അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെയും ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. എന്തായിരുന്നാലും എന്ത് ഹറാമാണ്, ഏത് മൊയിലേര് മരിച്ചാലും ശരി, ഏത് തങ്ങള് മരിച്ചാലും ശരി, ശബ്ദം ഉയർത്തിയിട്ട് അമിതമായ രൂപത്തിൽ പൊട്ടിക്കളയുക അതെന്തായാലും ഹറാമാണ്. അലോക്കിന്റെ ഒച്ചയില് ഇനിയിപ്പോ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചും കൊണ്ടാണെങ്കിലും എന്താണെങ്കിലും എല്ലാരും പാടെ ദിവസേന ക്ലാസ് എത്തിയ ആളാണ് അബൂറയ്യ മരിച്ചല്ലോ എന്നും പറഞ്ഞ് തലയിൽ കയ്യച്ചിങ്ങാണ്ട് ഒന്നോയിട്ട് ഒച്ചുമ്പുലും കൂട്ടി കരയ. അത് ശബ്ദം ഉയർത്തി അമിതമാവുന്ന രൂപത്തിൽ കരയൽ എങ്ങനെയായാലും എന്താണ്? അത് ഹറാമ. അപ്പൊ ഏകദേശം എന്തൊക്കെയായി? മരിക്കുന്നതിനു മുമ്പോ മരിച്ചതിനു ശേഷമോ ശബ്ദം ഉയർത്താത്ത രൂപത്തിൽ കരയൽ അനുവദനീയമാണ്. ഇനി മരിച്ചതിനു ശേഷം അവന്റേതായ ദുഃഖം അമിതമായ കാരണം ശബ്ദം ഉയരൽ കൂടാതെ തന്നെ വേണമെങ്കിൽ കരയാം. അതുപോലെ തന്നെ പൊരുതികേട് കാണിച്ച് ശബ്ദം ഉയർത്തി കരയൽ ഹറാമാകുന്നു. മരിച്ച വ്യക്തിയിൽ നിന്ന് ഭൗതികമായ ഗുണം നഷ്ടപ്പെട്ടത് ആലോചിച്ച് കരയൽ കറാഹത്താകുന്നു. മരിച്ച വ്യക്തിയിൽ നിന്ന് ആത്മീയമായ ഗുണം അഥവാ അവനിൽ നിന്നുള്ള ഇൽമ്, അവനിൽ നിന്ന് ബറക്കത്തെടുക്കുക പോലോത്തത് നഷ്ടപ്പെട്ടത് ആലോചിച്ച് കരയൽ സുന്നത്താകുന്നു. ഏതു നിലക്കാണെങ്കിലും ശബ്ദം അമിതമായി ഉയർത്തി ഒരു അമിതമാവുന്ന രൂപത്തിലുള്ള കരച്ചൽ പാടുള്ളതും അല്ല. അത് നമ്മളെ തഅസിയത്തുമായി ബന്ധപ്പെട്ട വിഷയം. ചിലപ്പോൾ നമ്മൾ മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോ പലരും ഇരുന്ന് അങ്ങനെ കരയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെ ആവലാതി പറഞ്ഞ് കരയരുത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചിലപ്പോൾ നമ്മൾ മരിച്ച വീട്ടിലൊക്കെ ചെന്നാ കാണാ റബ്ബേ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടി തേങ്ങി കരയുന്നവരെ കാണാം. അപ്പൊ അതുകൊണ്ട് ഒരു അനുവദനീയമല്ലാത്ത രൂപത്തിലുള്ള ഒരു കരച്ചിലൊക്കെയാണ് ആ മരിച്ച വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തഅസിയത്തിന്റെ സമയത്ത് കാണുമ്പോ ഇങ്ങനൊന്നും കരയാൻ പാടില്ല. ഇങ്ങനത്തെ ഇല്ലാത്തതൊക്കെയും പറഞ്ഞ് അല്ലെങ്കിൽ ഭൗതികമായ ഗുണങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയാൻ പാടില്ല പോലത്തെ കാര്യങ്ങളൊക്കെയും നമ്മൾ അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കരച്ചിലും പൊട്ടിക്കരച്ചിലൊക്കെയും അധികമാകുന്ന ഒരു രംഗമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു ആചാരം. മയ്യത്ത് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ആ മുഖം മറക്കുന്നതിന് മുമ്പ് കാണാഞ്ഞ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോലിന്നാഞ്ഞൊരു വിളിയാളം. അപ്പൊ കണ്ടവരും കാണാത്തവരും വീണ്ടും ക്യൂ നിന്ന് പുറത്തു നിന്ന് ആണുങ്ങളും അകത്ത് നിന്ന് പെണ്ണുങ്ങളും, അകത്തുള്ള ഒരുപാട് ഈ മയ്യത്തിന്റെ പെങ്ങന്മാര്, ഈ മയ്യത്തിന്റെ ഭാര്യ, ഈ മയ്യത്തിന്റെ ഉമ്മ, ചിലപ്പോ ഈ മയ്യത്തിന്റെ മൂത്തമ്മമാര്, അവരൊക്കെ ഇങ്ങനെ ആ ദുഃഖക്ക് സഹിച്ച് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കേക്കാലം ലാസ്റ്റ് ആ മുഖമല്ലാത്ത എല്ലാ ഭാഗവും മൂടി ആ മുഖം മാത്രം ആ കഫൻ തുണിയിൽ നിന്ന് കാണുന്ന ഒരു രംഗം വരുമ്പോ ഏത് ഉമ്മാന്റെ കൽബും പൊട്ടും, ഏത് ഭാര്യന്റെ കൽബും പൊട്ടും, ഏതൊരു സ്നേഹമുള്ളവന്റെ കൽബും പൊട്ടും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മരിച്ച പല വീട്ടിലും കാണാം സ്ത്രീകൾ പൊട്ടിക്കരയുന്ന ഒരുപാട് പുരുഷന്മാര് പുറത്തുള്ള സമയത്ത് സ്ത്രീകൾ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരോടും പറയുന്നു, മരണം ഏതു സമയത്തും സംഭവിക്കാം. ചിലപ്പം സാധുവായ ഞാൻ ഈ മൈക്കവിട്ട് ഉസ്താദിന്ന് വൈകുന്നേരത്ത് സംശയം തീർക്കാമെന്ന് വരാൻ പറഞ്ഞിരുന്നു. ചിലപ്പം മരിച്ച വിവരമായിരിക്കും നിങ്ങൾക്ക് അറിയുക. അതല്ലെങ്കിൽ ഈ സമയത്ത് ക്ലാസ് റൂമിൽ മൈക്ക് എടുത്തിരുന്ന ഒരാള് വൈകുന്നേരത്ത് ക്ലാസ് റൂമിൽ കയറുമ്പോൾ ആ വ്യക്തി മരിച്ചത്രേ എന്ന വിവരമായിരിക്കും കേൾക്കുക. യാതൊരു സമയവും സെക്കൻഡുമില്ല. ഇല്ലെന്നു പറഞ്ഞു നീലയിക്കാമോ പൂവേ, അല്ലൽ പറഞ്ഞു മാകുന്താമോ കോവേ, കൊല്ലും മാലക്കീന് കൽപ്പന കിട്ടി, കൂടാതിപ്പാടുന്ന തത്തയെ തട്ടി. ഒരു സെക്കൻഡ് പോലും ഇല്ലെന്ന് പറഞ്ഞു നിൽക്കാൻ
പറ്റാത്ത ഒരു വിഷയമല്ലേ മരണം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരിമാരോടും പറയുന്നു, അവനവന്റെ വീട്ടിൽ ബന്ധപ്പെട്ടവരും മരിക്കുമ്പോ നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വളരെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ക്ഷമിക്കണമെന്നും ഈ അവസാനത്തെ കാണലൊക്കെയും നിങ്ങൾ ഒഴിവാക്കി കഴിവിന്റെ പരമാവധി ആ ദുഃഖം പുറത്തേക്ക് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് മരിച്ച വീട്ടിൽ ഉണ്ടാക്കേണ്ടത് എന്നും ഉണർത്തി ബാങ്ക് കൊടുത്തു. നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകുന്നേര സമയത്ത് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈവ് കൂലിയാത് ഇന്ന് നമ്മുടെ ആത്തീരി തങ്ങളുടെ പ്രസംഗമാണ് തേനൂരിൽ പാപ്പാതെ ആന്തു നേർച്ചയുടെ ഭാഗമായി നടക്കുന്നത്. ആ ലൈവക്കും കഴിഞ്ഞ് രാത്രി സമയത്തൊക്കെ ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും. അതുകൊണ്ട് പലവരുടെ നാട്ടിലും പല കാര്യങ്ങളാണ് ഈ തഅസിയത്തായാലും ചീരിന് കൊടുക്കലായാലും പല കാര്യങ്ങളും നടക്കുന്നത്. സാധിക്കുമെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇന്ന് തന്നെ നമുക്കത് സംശയങ്ങൾ തീർക്കാം. അതല്ലെങ്കിൽ മറ്റു വരും ദിവസങ്ങളിലൊക്കെയും ഈ നമ്മുടെ സാധാരണ ശ്രോതാക്കള്, പുതുതായി വന്ന ശ്രോതാക്കള്, അവർക്കൊക്കെയും ഓരോരുത്തരുടെ നാട്ടിലും പല അവസ്ഥകളും പല രൂപങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലെ വിഷയങ്ങൾ കേട്ട് ചിലവരോട് പറയുമ്പോ ഞങ്ങളെ നാട്ടിൽ അങ്ങനൊന്നുമല്ല, ഇജിപ്പോ ഒരു പുതിയ മയ്യത്ത് കുലിയേറ്റ് വന്നിക്കണ്, ഒരു പുതിയ മയ്യത്ത് കബറടക്കം കൊണ്ട് വന്നിക്കണ്, ഇവിടെ എത്ര കാലായി ഈ മഹല്ല് തുടങ്ങിയിട്ട്, ഇതൊന്നും ഇല്ലാത്തൊരു രൂപം എന്നൊക്കെയും പറയുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ വീണ്ടും നമുക്ക് ധൈര്യമായി നമ്മുടെ മഹല്ലത്തിന് കുറെ കാലായി മയ്യത്ത് കുലിപ്പിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും ശരിയായ രൂപം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് എന്നൊക്കെ ഒന്നുകൂടി ധൈര്യത്തിൽ നമ്മുടെ മഹല്ലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന ഒരു സമയത്ത് ഓരോ വിഷയങ്ങൾ അവതരണം കഴിഞ്ഞാൽ ഏകദേശമൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർക്ക് വരുന്ന അബദ്ധങ്ങളും ചെയ്യേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെയും കഴിവിന്റെ പരമാവധി ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് നീളം ഒരു 2 ആഴ്ചത്തോളമായി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ചിലപ്പം ഓൺലൈനിലായതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവർക്കും ക്ലാസ് സ്ഥിരം ശ്രദ്ധിക്കാൻ അവസരം കിട്ടിക്കോണമെന്നില്ല. ഇപ്പൊ ആരോ നമ്മളെ സെയിൻ നിസാർ ഉസ്താദ് ആരോ പറയുന്നത് ഞാൻ റേഡിയോ വൈക്കൊന്ന് കേട്ടു. ആരോ ഞാൻ ആദ്യമായി ക്ലാസ് റൂമിൽ വരികയാണ്, നമ്മളെ മുസ്തഫ ആലൂര് ഇന്നലെ ആർക്കോ ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ പുതുതായി കടന്നു വരുന്ന പലവരും ഉണ്ടാവും, അവർക്കൊക്കെയും പല സംശയങ്ങളുണ്ടാകും. അതുകൊണ്ട് അത്തരം സംശയങ്ങളൊക്കെ തീർത്ത് അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നമ്മുടെ മഹല്ലത്തിലേക്ക് നമ്മുടെ കുടുംബ മിത്രാദികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ക്ലാസ് റൂമിലൂടെ അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സമയം ഒരുപാടായിട്ടുണ്ട്. ഞാൻ ഏതായിരുന്നാലും തൽക്കാലം മൈക്ക ഒതുകയാണ്. വൈകുന്നേരത്ത് അസറിന്റെ ശേഷം ഞാൻ ഉറപ്പൊന്നും പറയില്ലട്ടോ, കാരണം വീട്ടിൽ നാട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പോകേണ്ടി വരും, കാങ്ങുകൊണ്ടുപോകും, അപ്പൊ നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും എന്ന നിലക്കല്ല നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആവശ്യമുണ്ട്. ചിലപ്പം സാധുവായ ഞാനോ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരൊന്നും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും സാധാരണക്കാരുടെ മുമ്പിലുണ്ടാവും. ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കിതാബ് നോക്കുക. ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണല്ലോ, അതുകൊണ്ട് അതിന്റെ വിധി എന്തായിരിക്കും? ഇപ്പോൾ ചോദ്യം വന്നപ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഞാൻ ഇന്റെ ഒരു അനുഭവം പറയാൻ, ഈ KMICയിൽ വരുന്നതിന് മുമ്പുള്ളത്തേക്കാൾ എത്രയോ ഫിഖിയായ മസ്അലകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഈ KMICയിൽ വന്ന കാരണം ഒരുപാട് സാധാരണക്കാര് പലതും ചോദിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരോടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അവരുടെ നാടുകളിലേക്കും പല തെറ്റുധാരണകളും ഈ വിഷയത്തിലുണ്ട്. അപ്പൊ ആ തെറ്റുധാരണ അല്ലെങ്കിൽ ആ ആചാരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ ഹുക്കുമ് എന്തായിരിക്കുമെന്ന് കൈവശമുള്ള വളരെ കിതാബുകൾ നോക്കും, ഇല്ലെങ്കിൽ പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് റൂമിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് പുരോഗതി ഇൽമിന്റെ വിഷയത്തിൽ അതെല്ലാം നാഫിയായി
നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്നതാവാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക. അപ്പൊ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പുതുതായി കിതാബുകൾ നോക്കുവാനും ഒരു മസ്അല നോക്കുമ്പോൾ വേറെ പല മസ്അലകളും അത് കണ്ടെത്താനും സാധിക്കും. അങ്ങനെ നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ കാരണം നമ്മുടെ ജീവിതത്തിലും മരണാനന്തര ക്രിയകളിലൊക്കെയും വരുന്ന അബദ്ധങ്ങളും ഹറാമുകളും കറാഹത്തുകളൊക്കെ ഒഴിവാക്കി നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ ജീവിക്കുവാനും ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും നമ്മൾ മരിക്കുന്ന സമയത്ത് മറ്റംപോലെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ വിവരമുള്ള നമ്മുടെ സുഹൃത്തുക്കള്, മക്കള്, നമ്മുടെ കുടുംബാദികളൊക്കെയും ഉണ്ടാക്കിയെടുക്കാനും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞ പോലെ മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇനി പുതിയ ശ്രോതാക്കൾ വന്ന് പലതും ചോദിക്കുമ്പോ എല്ലാത്തിനും മറുപടി പറയാൻ ചിലപ്പം പ്രയാസം ഉണ്ടാവും, പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ഇങ്ങനെ പറയാൻ. അതുകൊണ്ട് ലാപ്ടോപ്പൊക്കെ ഉള്ളവര് നമ്മുടെ KMIC കൂരിയാട്, തിരുവമ്പാടി, KMIC, മുസ്തഫ ആലൂര്, അരീക്കാരൻ, അഷ്റഫ് പോലത്തവരൊക്കെയും നമ്മുടെ എല്ലാ ക്ലാസ്സുകളും തജ്വീദിന്റെയും എല്ലാ ക്ലാസ്സുകളും അവരൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒന്ന് PM ചെയ്താല് ഒന്ന് ചിലപ്പോ ഇന്ന ക്ലാസിന്റെ റെക്കോർഡ് വേണമെന്ന് പറഞ്ഞാലും അയച്ചു തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുത്ത ക്ലാസ് ചിലപ്പം അതില് വരാകുന്ന എല്ലാ തെറ്റുധാരണകളും, ചിലപ്പം തെറ്റുധാരണകൾ തീർക്കാൻ വേണ്ടി പ്രത്യേകമായ മസ്അല, ചിലപ്പം കിതാബിന്റെ ഇബാറത്തുകൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് പൊതുവിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ശക്ക് തീരുക. ഒറ്റടിക്കൊരാളൊരു മസ്അല ചോദിച്ചു, അതിന്റെ വിധി ഇന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ചിലപ്പം വിശദീകരണം കൂടിപ്പോകുന്നത്. ചില ആൾക്കാരോട് അതിന്റെ മസ്അല എങ്ങനെയെന്ന് പറഞ്ഞു, ഓൻ അങ്ങനെയെന്നും പറഞ്ഞു, ഓന്റെ നാട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിൽ കുറെ കാലായിട്ട് അതിന് എതിരാ. അപ്പൊ ഇജ്ജ് എവിടുന്ന ഈ മസ്അല കേട്ടത്, ഇജ്ജിപ്പോ എവിടുന്നപ്പോ ഈ മസ്അലേറ്റ് വരുന്നത് എന്ന് ചോദിക്കുമ്പോ അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും അപ്പൊ നമ്മളേക്കാണ് അബദ്ധം വന്നിട്ടുള്ളത്. ഇവന്റെക്കല്ല എന്നുകൂടി പല മസ്അലകളിൽ നിന്നും നമുക്ക് സംശയങ്ങൾ പൂർണ്ണമായും തീർക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പം പല മസ്അലകളിലേക്കും കടന്നു വരുന്നത് ചില മസ്അലകൾ ഖൽബിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പുതിയ ശ്രോതാക്കളോടൊക്കെയും നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന മുഴുവൻ റെക്കോർഡുകളും നമുക്ക് നമ്മുടെ അധിമിനിമാരുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പൊ അവരോടൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വിശാലമായി അവനവനിക്ക് ഒറ്റക്കിരുന്ന് സുഖമായി ഇനിയും നമ്മുടെ ഫിഖിന്റെയും തജ്വീദിന്റെയും മറ്റ് ക്ലാസുകളൊക്കെയും കേൾക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളൊക്കെയും ഒരു ഇൽമിന്റെ പ്രചാരകരായി മാറാൻ അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, അല്ലെങ്കിൽ ഉസ്താദന്മാരോ അല്ലെങ്കിൽ റെക്കോർഡ് വെക്കുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മൈക്കയിലേക്ക് വരിക. ദുആ വസിയത്തോടുകൂടെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ശുക്ര യാ ഉസ്താദ്, ജസാക്കല്ലാഹ് ഖൈറൻ ജസാ. അൽഹംദുലില്ലാഹ്, ഇന്ന് കുറേ ദിവസമായി നമ്മൾ മയ്യത്ത് പരിപാലനത്തെക്കുറിച്ചും മയ്യത്തിനെ കുളിപ്പിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും മറുപാടിനെ നിയമങ്ങളെക്കുറിച്ചും ഉസ്താദ് നല്ല വിശദമായി തന്നെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു അവസാനം കൊട്ടി ആഘോഷിക്കുന്നു പറഞ്ഞതുപോലെ എന്നതിൻ്റെ ഒരു അവസാനമായിരുന്നു. ഇനിയില്ലല്ലോ ഉസ്താദ്, ഇതിന് ബാക്കി ഭാഗങ്ങൾ ഇനി ഉണ്ടോ? ഇൻഷാ അല്ലാഹ് എത്ര ഒരുപാട് ദിവസമായി. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എത്രയും നല്ല മനസ്സിലാകുന്ന രീതിയിൽ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്, ആർക്കും മടുപ്പ് വരാത്ത രീതിയിലുള്ള ക്ലാസ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം നമ്മുടെ ക്ലാസ് റൂം ഒരുമിക്കാൻ ഉസ്താദിനെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഹിമ്മത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജോലി നൽകി അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ കുടുംബങ്ങൾ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ഉമ്മാടെ രോഗം അള്ളാഹു പരിപൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇത് കേൾക്കുന്ന എത്രയോ റേഡിയോ ശ്രോതാക്കളുണ്ട്, അതുപോലെ സൈറ്റ് വഴി കേൾക്കുന്നവരുണ്ട്, അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിലുള്ളവർ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് ഹൃദയത്തിൽ കരസ്ഥമാക്കി നമുക്ക് അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമുക്ക് ക്ലാസ് എടുത്തിരുന്ന മറ്റു ഉസ്താദന്മാർ, നമ്മുടെ ക്ലാസ് അമീർ അൻവരി ഉസ്താദ്, അതുപോലെ നമ്മുടെ മദീനയിലുള്ള തങ്ങൾ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും നൽകുമാറാകട്ടെ.
ഒരുപാട് കാലം അവരുടെ തണലിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നെല്ലൂർ സഖാഫി ഉസ്താദിന്റെ ക്ലാസ്സാണ്. ഉസ്താദ് തിരക്കാരൻ ഇപ്പോൾ ക്ലാസ് റൂമിൽ വരാറില്ല. ഇൻഷാ അല്ലാഹ് വേറെ ഉസ്താദന്മാരൊന്നും ലൈവായിട്ടില്ല. ലൈവായിട്ട് കൊണ്ടുപോകാൻ ഉസ്താദന്മാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവായിട്ട് കൊണ്ടുപോകാറുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കിപ്പോൾ ഒരുപാട് ഐഡിയ പുതിയത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറേ ഉസ്താദന്മാർ അതുപോലെ സാധാരണക്കാർ നല്ല പുതിയ പുതിയ ഐഡിയകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാരും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റെക്കോർഡിലേക്ക് കിടക്കാം. കൂട്ടുകാരൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ റൂമിലെത്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.